ഹായ് ഓൾ, കേരള ഗവേണൻസ് ആൻഡ് സിസ്റ്റം ഓഫ് അഡ്മിനിസ്ട്രേഷൻ്റെ ക്ലാസ് 4ലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്ലാനിംഗ് ബോർഡ്, കൊമേഴ്ഷ്യൽ പ്ലാനിംഗ് ആൻഡ് പോളിസി എന്ന ടോപ്പിക്കാണ് നമ്മൾ ഈ ക്ലാസ്സിൽ പഠിക്കാനായി പോകുന്നത്. കേരള സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡിനെ പറ്റി പഠിക്കുന്നതിന് മുമ്പ് നാഷണൽ ലെവലിൽ നമുക്ക് പ്ലാനിങ്ങിന് വേണ്ടി ഏതൊക്കെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത്, ഇപ്പോൾ ഏത് ഇൻസ്റ്റിറ്റ്യൂഷനാണ് നിലകൊള്ളുന്നത് എന്ന് നമുക്ക് നോക്കാം. 1938 നേതാജി സുഭാഷ് ചന്ദ്രബോസ് കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായ സമയത്ത് നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റി എന്നൊരു കമ്മിറ്റി രൂപീകരിക്കുകയുണ്ടായി. എം വിശ്വേശ്വരയ്യ, ജവഹർലാൽ നെഹ്റു തുടങ്ങിയ പ്രമുഖരൊക്കെയായിരുന്നു അതിൻ്റെ തലപ്പത്തുണ്ടായിരുന്നത്. ബ്രിട്ടീഷേഴ്സ് അവരുടെ സമയത്ത് ഒരു അഡ്വൈസറി പ്ലാനിംഗ് ബോർഡ് എന്നൊരു ബോർഡ് രൂപീകരിക്കുകയുണ്ടായി. KC നിയോഗിയായിരുന്നു അതിൻ്റെ തലപ്പത്തുണ്ടായിരുന്നത്. 1944 തൊട്ട് 1946 വരെ ഇത് പ്രവർത്തിച്ചു. ഇനി പ്ലാനിംഗ് കമ്മീഷൻ ഓഫ് ഇന്ത്യ, നമുക്കറിയാം നമ്മുടെ പ്ലാനിംഗ് എന്ന് പറയുന്ന ഒരു സോഷ്യലിസ്റ്റ് മോഡലിൽ USSRൽ നിന്ന് കടം കൊണ്ട ഒരു ഐഡിയയിൽ നിന്ന് ജവഹർലാൽ നെഹ്റു രൂപീകരിച്ചതാണ്. അങ്ങനെ നമുക്ക് വേണ്ടി ഒരു പ്ലാനിംഗ് നടപ്പിലാക്കാൻ, ഫയർ പ്ലാൻസ് നടപ്പിലാക്കാൻ പ്ലാനിംഗ് കമ്മീഷൻ ഓഫ് ഇന്ത്യ രൂപീകരിക്കപ്പെട്ടു. 1950 മാർച്ച് 15 ഈ ഡേറ്റ് പഠിക്കുക. ജവഹർലാൽ നെഹ്റു ആയിരുന്നു അതിൻ്റെ ആദ്യ ചെയർമാൻ. ഈ ബോഡി ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡി അല്ല, ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി അല്ല, പകരം ഇത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഒരു വിങ് പോലെ, ഒരു ആം പോലെ പ്രവർത്തിച്ചൊരു ബോഡിയാണ്. ഈ ബോഡിയാണ് 12 ഫയർ പ്ലാൻസും ഇന്ത്യയിൽ നടപ്പിലാക്കിയത്, രൂപീകരിച്ചത്. അങ്ങനെ 2014 ഓഗസ്റ്റ് 13 പ്ലാനിംഗ് കമ്മീഷൻ ഓഫ് ഇന്ത്യയെ ഡിസോൾവ് ചെയ്തു. പകരം നീതി ആയോഗ്, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ എന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വന്നു. 2015 ജനുവരി 1 ഇത് ഔദ്യോഗികമായിട്ട് നിലവിൽ വരുന്നത്. ഇപ്പോഴത്തെ അതിൻ്റെ വൈസ് ചെയർമാൻ സുമൻ ബേരിയാണ്. BVR സുബ്രഹ്മണ്യമാണ് CEO. ചെയർമാൻ എപ്പോഴും അതത് സമയത്തെ പ്രധാനമന്ത്രിമാരായിരിക്കും. ഓക്കെ, ഇനി നമുക്ക് കേരള സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡിലോട്ട് വരാം. 1967 സെപ്റ്റംബറിലാണ് കേരള സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡ് രൂപീകരിക്കപ്പെടുന്നത്. ചീഫ് മിനിസ്റ്ററാണ് അതത് സംസ്ഥാനങ്ങളിലെ പ്ലാനിംഗ് ബോർഡിൻ്റെ ചെയർപേഴ്സൺ എന്ന് ഓർമ്മിക്കുക. ഒരു വൈസ് ചെയർപേഴ്സൺ ഉണ്ടാകും. ആ സമയത്ത് ആദ്യത്തെ പ്ലാനിംഗ് ബോർഡിൻ്റെ സമയത്ത് മിനിസ്റ്റർ ഓഫ് ഫിനാൻസിനെ കൂടാതെ ചീഫ് സെക്രട്ടറി ടു ദ ഗവൺമെൻറ് കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ മൊത്തം 3 ഫുൾ ടൈം മെമ്പേഴ്സായിരുന്നു ഇതിനുണ്ടായിരുന്നത്. അതുപോലെ ആദ്യ മെമ്പർ സെക്രട്ടറി ആരായിരുന്നു? ഡയറക്ടർ, ബ്യൂറോ ഓഫ് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ആയിരുന്നു ആദ്യ മെമ്പർ സെക്രട്ടറി. The board was formed in order to enable the state government to formulate development plans based on scientific assessment of resources of the state on the one hand and the growth priorities on the other. അപ്പോൾ കേരളത്തിന് ഉള്ള നാച്ചുറൽ റിസോഴ്സസും ഇക്കണോമിക് റിസോഴ്സസും ഒക്കെ കണക്കിലെടുത്ത് കൊണ്ട് ഒരു ഡെവലപ്മെൻറ്റ് പ്ലാൻ, ഒരു ഗ്രോത്തിന് വേണ്ടി ഒരു ഡെവലപ്മെൻറ്റ് പ്ലാൻ രൂപീകരിക്കുക എന്നുള്ളതാണ് ബോർഡിൻ്റെ ലക്ഷ്യം. Board was also entrusted with the task of bringing out a comprehensive economic review of the state every year. എല്ലാ വർഷവും എക്കണോമിക് റിവ്യൂ എന്ന് പറയുന്ന ഒരു രേഖ പബ്ലിഷ് ചെയ്യാറുണ്ട്. The board has been reconstituted 15 times since 1967. 1967 ശേഷം 15 തവണ റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത ഒരു ബോഡിയാണ് കേരള സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡ്. ഓക്കെ, ഇപ്പോഴത്തെ നമുക്ക് ആ ഒരു ഓർഗനൈസേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. The board is headed by chairperson and consist of vice chairperson. പിന്നെ മെമ്പേഴ്സ് ഉണ്ട്. മെമ്പേഴ്സ് ആരൊക്കെയാണോ? അത് മിനിസ്റ്റേഴ്സ് ആകാം, നോൺ മിനിസ്റ്റേഴ്സ് ആകാം. പിന്നെ ഒരു മെമ്പർ സെക്രട്ടറിയാണ് ഉള്ളത്. ചീഫ് സെക്രട്ടറി ടു ദ ഗവൺമെൻറ് ഉണ്ടായിരിക്കും. അതുപോലെ അഡീഷണൽ ചീഫ് സെക്രട്ടറി ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ്. ഈ രണ്ടുപേരും പെർമനൻറ്റ് ഇൻവൈറ്റീസ് ആയിരിക്കും എപ്പോഴും. അതുപോലെ നേരത്തെ സൂചിപ്പിച്ചത് എപ്പോഴും ചീഫ് മിനിസ്റ്റർ തന്നെയാണ് ചെയർപേഴ്സൺ. ഇപ്പോഴത്തെ ചീഫ് മിനിസ്റ്ററായ പിണറായി വിജയൻ സാറാണ് ഇപ്പോഴത്തെ പ്ലാനിംഗ് ബോർഡിൻ്റെ ചെയർപേഴ്സൺ. ഇനി ഇതിൻ്റെ ടേം എങ്ങനെയാണ്? ദ ടേം ഓഫ് ദ ബോഡീസ് കോട്ടർമിനസ് വിത്ത് ദ ടേം ഓഫ് റൂളിംഗ് ഗവൺമെൻറ്. അതത് ഗവൺമെൻറ് മാറി വരുമ്പോഴത്തേക്കും ഈ പ്ലാനിംഗ് ബോർഡിനെ റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യും, അവർ മാറ്റും. ഇനി ഇപ്പോഴത്തെ മെമ്പേഴ്സ് ആരൊക്കെയാണ്? ചെയർപേഴ്സൺ നമ്മൾ പറഞ്ഞു. വൈസ് ചെയർപേഴ്സൻ്റെ പേരായിരിക്കും ചിലപ്പോൾ ചോദിക്കാൻ പോകുന്നത്. പ്രൊഫസർ VK രാമചന്ദ്രനാണ് ഇപ്പോഴത്തെ വൈസ് ചെയർപേഴ്സൺ. ഇതിൽ മെമ്പേഴ്സ് ആരൊക്കെയാണ് എന്നുള്ളതൊന്ന് നോക്കൂ. ഇപ്പോഴത്തെ റവന്യൂ ആൻഡ് ഹൗസിംഗ് മിനിസ്റ്റർ ഉണ്ട്, മിനിസ്റ്റർ ഫോർ ഫിനാൻസ് ഉണ്ട്, മിനിസ്റ്റർ ഫോർ പോർട്ട്, മ്യൂസിയം, ആർക്കിയോളജി, ആർക്കൈവ്സ് ഉണ്ട്, മിനിസ്റ്റർ ഫോർ വാട്ടർ റിസോഴ്സ് ഉണ്ട്, മിനിസ്റ്റർ ഫോർ ഇലക്ട്രിസിറ്റി ഉണ്ട്, മിനിസ്റ്റർ ഫോർ ട്രാൻസ്പോർട്ട്. ഇത്രയും മിനിസ്റ്റേഴ്സ് ഉണ്ട്. കൂടാതെ കുറച്ച് ഇക്കണോമിക്സിലെ, സമൂഹത്തിലെ അല്ലാതെ മുഖ്യധാരയിലുള്ള കുറച്ച് പ്രശസ്തരുണ്ട്. ഇനി സന്തോഷ് ജോർജ് കുളങ്ങര അദ്ദേഹത്തെ ഇതിൻ്റെ ഒരു മെമ്പറായിട്ട് അപ്പോയിൻ്റ് ചെയ്ത സമയത്ത് പത്രങ്ങളിലൊക്കെ വാർത്തയുണ്ടായിരുന്നു. അതുകൊണ്ട് ആ ഒരു പേര് ഓർമ്മിക്കുക. ഇനി ഇതിൻ്റെ ഇപ്പോഴത്തെ മെമ്പർ സെക്രട്ടറി ആരാണ്? ശ്രീ പുനീത് കുമാർ IAS. പെർമനൻറ്റ് ഇൻവൈറ്റീസ് നമ്മൾ നേരത്തെ പറഞ്ഞു, 2 മെമ്പേഴ്സ് അതിവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി അല്ലാതെ സമൂഹത്തിൽ പിന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നോൺ മിനിസ്റ്റർ മെമ്പേഴ്സ് എവിടെ നിന്നൊക്കെ ആയിരിക്കും? ഫ്രം വേരിയസ് ഫീൽഡ്സ് ഓഫ്
expertise and are nominated from time to time by the government. These members provide expert advice and inputs in the domains of their expertise on plan formulation and policy matters to the government. നമ്മൾ സന്തോഷ് ജോർജ് കുളങ്ങര അദ്ദേഹത്തെ പറ്റി പറഞ്ഞതുപോലെ പല പല മേഖലകളിൽ കഴിവ് തെളിയിച്ച വ്യക്തിത്വങ്ങളെ ഇതിൽ ക്ഷണിക്കും അവരുടെ അഡ്വൈസിന് വേണ്ടി. ഓക്കെ, നെക്സ്റ്റ് ഇതിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്? ഫോർമുലേറ്റിംഗ് 5-year and annual plans, writing economic review, monitoring plan implementation through plan space, the management information system. അപ്പോൾ നമ്മൾ 5-year plans അറിയാം, ആനുവൽ പ്ലാൻ അറിയാം. ഇത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 12ാം 5-year പ്ലാൻ വെച്ച് നമുക്ക് ഇന്ത്യയിൽ 5-year പ്ലാൻസ് നടപ്പിലാക്കുന്നത് നിർത്തിയെങ്കിലും കേരളം അത് തുടർന്നു. ഇപ്പോൾ 14ാം പഞ്ചവത്സര പദ്ധതിയാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. 2022 തൊട്ട് 27 വരെയാണ് അതിൻ്റെ കാലാവധി എന്നുള്ളത് ഓർമ്മിക്കുക. തെറ്റിദ്ധരിക്കാൻ ഇടയുണ്ട്, 5-year പ്ലാൻസ് ഇപ്പോൾ നടപ്പിലാക്കുന്നേ ഇല്ല സംസ്ഥാനത്ത് എന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് ചിലപ്പോൾ ചോദിക്കാം, അതുകൊണ്ട് ശ്രദ്ധിക്കുക. അതുകൂടാതെ എല്ലാ വർഷവും ബജറ്റിനോടൊപ്പം നമ്മൾ നിയമസഭയിൽ സബ്മിറ്റ് ചെയ്യുന്ന ആനുവൽ ഇക്കണോമിക് റിവ്യൂ പബ്ലിഷ് ചെയ്യും. പ്ലാൻ മോണിറ്റർ ചെയ്യും. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെ വീഡിയോ ശ്രദ്ധിച്ചവർക്കറിയാം, പ്ലാൻ സ്പേസ് എന്ന് പറയുന്ന ഒരു മാനേജ്മെൻറ്റ് ഇൻഫർമേഷൻ സിസ്റ്റം, ഒരു സോഫ്റ്റ്വെയർ പോർട്ടലിലൂടെയാണ് പ്ലാനിൻ്റെ മോണിറ്ററിംഗ് നടപ്പിലാക്കുന്നത്. ഇനി ഒരു ഇൻ്റർ ഡിപ്പാർട്ട്മെൻറ്റൽ കോർഡിനേഷൻ വിത്ത് റെസ്പെക്ട് ടു പ്ലാൻ സ്കീംസ്. പല പദ്ധതികൾ നടപ്പിലാകുമ്പോൾ, ഉദാഹരണം സ്ത്രീകൾക്ക് വേണ്ടിയുള്ള അല്ലെങ്കിൽ പെൺകുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു ആരോഗ്യ പദ്ധതിയാണ് നടപ്പിലാകുന്നതെങ്കിൽ ചിലപ്പോൾ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റും വരും, ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റും തമ്മിലുള്ളൊരു സംയുക്ത ഒരു പ്ലാനായിട്ടായിരിക്കും അത് നടപ്പിലാക്കാൻ പോകുന്നത്. അതുകൊണ്ട് പല പല ഡിപ്പാർട്ട്മെൻറ്റുകൾ തമ്മിലുള്ളൊരു കോർഡിനേഷൻ എൻവിസേജ് ചെയ്യുന്നുണ്ട് ഈ പ്ലാനിംഗ് ബോർഡ്. നെക്സ്റ്റ്, ഹൗസിംഗ് ആൻഡ് കോർഡിനേറ്റിംഗ് ദ വർക്ക് ഓഫ് ഡീസെൻട്രലൈസേഷൻ സെല്ലിന് ആവശ്യമായ കാര്യങ്ങളെല്ലാം കോർഡിനേറ്റ് ചെയ്യും. കമ്മീഷനിങ് സ്റ്റഡീസ് ആൻഡ് ഫുൾഫില്ലിംഗ് എ തിങ്ക് ടാങ്ക് ഫംഗ്ഷൻ. ഇപ്പോൾ നീതി ആയോഗിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി നമ്മൾ പ്ലാനിംഗ് കമ്മീഷനോട് താരതമ്യം ചെയ്യുമ്പോൾ പഠിക്കുന്നത്, നീതി ആയോഗ് എന്ന് പറഞ്ഞൊരു തിങ്ക് ടാങ്ക് ആണ്, ഒരു പോളിസി തിങ്ക് ടാങ്ക് ആണ്. നിങ്ങൾ നീതി ആയോഗിൻ്റെ വെബ്സൈറ്റിൽ പോകുമ്പോഴോ അല്ലെങ്കിൽ പത്രങ്ങളിലെ വാർത്ത ശ്രദ്ധിക്കുമ്പോഴോ നീതി ആയോഗ് പല പല കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഇൻഡിസസ് പുറത്തിറക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് സ്റ്റഡി റിപ്പോർട്ട്സ്, ഉദാഹരണം ഇന്ത്യയുടെ ഡെവലപ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് അടുത്ത 75 വർഷത്തിൽ ഇന്ത്യ എങ്ങനെയായിരിക്കണം എന്നുള്ള ഡെവലപ്മെൻറ്റ് റിപ്പോർട്ട്, അതുപോലെ ബെറ്റർ ഗവേണൻസ് പ്രാക്ടീസസിൻ്റെ റിപ്പോർട്ട്, ഇതുപോലത്തുള്ള കാര്യങ്ങൾ ഒരു പോളിസി മേക്കിങ്ങിൻ്റെ ഭാഗമായിട്ട് നീതി ആയോഗ് നിലനിൽക്കുന്നത് പോലെ തന്നെ നമ്മുടെ പ്ലാനിംഗ് ബോർഡും ഒരു പോളിസി തിങ്ക് ടാങ്ക് ആയിട്ട് ഫംഗ്ഷൻ ചെയ്യുന്നുണ്ട്. പിന്നെ കോർഡിനേറ്റിംഗ് ഇൻഫർമേഷൻ ആൻഡ് റെക്കമെൻഡേഷൻസ് വിത്ത് റെസ്പെക്ട് ടു എക്സ്റ്റേണലി എയ്ഡഡ് പ്രോഗ്രാംസ്, സെൻട്രലി സ്പോൺസേർഡ് സ്കീംസ്, നബാർഡ്, CSR ഫണ്ട്സ് എക്സെട്ര. Preparing policy briefs for the chairperson, responding to requests from departments for instruction and advice. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഫങ്ഷൻസ്. ഇനി അഡ്മിനിസ്ട്രേറ്റീവ് സ്ട്രക്ചർ എങ്ങനെയാണെന്ന് നോക്കാം. The administrative structure of the board comprises of technical divisions, administrative wing and district planning offices. അപ്പോൾ 3 വിങ്ങാണ് നമുക്കുള്ളത് ബോർഡിന്. അഡ്മിനിസ്ട്രേറ്റീവ് സ്ട്രക്ചറിൻ്റെ കീഴിൽ ടെക്നിക്കൽ ഡിവിഷനുണ്ട്, അഡ്മിനിസ്ട്രേറ്റീവ് വിങ് ഉണ്ട്, ഡിസ്ട്രിക്ട് പ്ലാനിംഗ് ഓഫീസ് ഉണ്ട്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് നമ്മൾ വിശദമായിട്ട് പഠിക്കാൻ പോകുന്നത് ടെക്നിക്കൽ ഡിവിഷനെ പറ്റിയിട്ടാണ്. The substantive functions of the board are carried out through its technical divisions. Each division is headed by a chief who is a domain expert. ഉദാഹരണം അഗ്രികൾച്ചർ ഡിവിഷൻ എന്ന് പറഞ്ഞൊരു ടെക്നിക്കൽ ഡിവിഷനാണ്. അതിനുമായിട്ട് ബന്ധപ്പെട്ട ആ ഡൊമൈനിലെ ഒരു എക്സ്പേർട്ടായിരിക്കും ആ ഡിവിഷൻ്റെ ചീഫ് എന്ന് പറയുന്നത്. There are joint directors, deputy directors, assistant directors, research officers and research assistants to assist chief in each division. ഓരോ ഡിവിഷനിലെയും ചീഫ്സിനെ അസിസ്റ്റ് ചെയ്യാൻ ഈ പറഞ്ഞ വ്യക്തികളുണ്ടായിരിക്കും. The administrative officer assists member secretary in administrative matters. ഓക്കെ, ഇനി അഡ്മിനിസ്ട്രേറ്റീവ് വിങ്ങിൻ്റെ കാര്യമാണ് നെക്സ്റ്റ് പറഞ്ഞത്. മെമ്പർ സെക്രട്ടറി അസിസ്റ്റ് ചെയ്യാനായിട്ട് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസേഴ്സ് ഉണ്ടായിരിക്കും. ഇനി നെക്സ്റ്റ് വരുന്നത് മൂന്നാമത്തെ വിങ് ഡിസ്ട്രിക്ട് പ്ലാനിംഗ് ഓഫീസ് ആണല്ലോ. ഡിസ്ട്രിക്ട് പ്ലാനിംഗ് ഓഫീസസ് പ്ലാനിംഗ് യൂണിറ്റ്സ് were established in the late 1970s to help decentralized participatory planning. അപ്പോൾ കേരളത്തിൻ്റെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നമ്മൾ വികേന്ദ്രീകൃത ആസൂത്രണം വളരെ നന്നായിട്ട് നടപ്പിലാക്കിയ ഒരു സംസ്ഥാനമാണ്. അപ്പോൾ 1970s തൊട്ട് നമ്മൾ ഡിസ്ട്രിക്ട് പ്ലാനിംഗ് ഓഫീസസ് എസ്റ്റാബ്ലിഷ് ചെയ്ത് ഈ വികേന്ദ്രീകൃത ആസൂത്രണത്തിന് ഡീസെൻട്രലൈസ്ഡ് പാർട്ടിസിപ്പേറ്ററി പ്ലാനിങ്ങിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നടപ്പിലാക്കി വരുന്നുണ്ട്. ഡിസ്ട്രിക്ട് പ്ലാനിംഗ് ഓഫീസസ് ഫംഗ്ഷൻ അണ്ടർ ദ ഗൈഡൻസ് ഓഫ് ദ പ്ലാനിംഗ് ബോർഡ് ആൻഡ് ദേ ആർ അണ്ടർ ദ കൺട്രോൾ ഓഫ് ഡിസ്ട്രിക്ട് കളക്ടർ. പ്ലാനിംഗ് ബോർഡിൻ്റെ കീഴിലാണ്, അതുപോലെ ഡിസ്ട്രിക്ട് കളക്ടറിൻ്റെ കീഴിലാണ് ഈ ഡിസ്ട്രിക്ട് പ്ലാനിംഗ് ഓഫീസസ് പ്രവർത്തിക്കുന്നത്. ഓഫീസേഴ്സ് ഓഫ് ദ ബോർഡ് ആർ അപ്പോയിൻറ്റഡ് ആസ് ഡിസ്ട്രിക്ട് പ്ലാനിംഗ് ഓഫീസേഴ്സ്. അപ്പോൾ ഓഫീസേഴ്സിൻ്റെ പേരെങ്ങനെയാണ്? ഡിസ്ട്രിക്ട് പ്ലാനിംഗ് ഓഫീസേഴ്സ് എന്നായിരിക്കും അവർ അറിയപ്പെടുന്നത്. A district planning officer is designated as ex officio personal assistant to the district collector and secretary to the district development council. ആ പോയിന്റ് ഒന്ന് ശ്രദ്ധിക്കുക.
a district planning officer is designated as ex officio personal assistant to the district collector and secretary to the district development council. അപ്പോൾ അദ്ദേഹം കളക്ടറിൻ്റെ എക്സ് ഒഫീഷ്യോ പേഴ്സണൽ അസിസ്റ്റൻ്റ് ആയിരിക്കും, അതുപോലെ തന്നെ ഡിസ്ട്രിക്ട് ഡെവലപ്മെൻറ്റ് കൗൺസിലിൻ്റെ സെക്രട്ടറിയും ആയിരിക്കും. ഇനി ഡിസ്ട്രിക്ട് പ്ലാനിംഗ് ഓഫീസേഴ്സ് പ്ലേ കീ റോൾ ഇൻ ദ ഫോർമുലേഷൻ ഓഫ് പ്ലാൻ സ്കീംസ് ആൻഡ് ഇൻ മോണിറ്ററിംഗ് ദെയർ ഇംപ്ലിമെൻറ്റേഷൻ. അപ്പോൾ പ്ലാൻ സ്കീംസ് അതത് ജില്ലകളിലുള്ള പദ്ധതികളൊക്കെ നടപ്പിലാക്കുന്നതും അത് മോണിറ്ററൈസ് ചെയ്യുന്നതും എല്ലാം ഡിസ്ട്രിക്ട് പ്ലാനിംഗ് ഓഫീസായിരിക്കും. Then formulation of annual plan. The board is responsible for the formulation of annual plans. എല്ലാ വർഷവും ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സഹായത്തോടു കൂടെ സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡ് ആനുവൽ പ്ലാൻ ഉണ്ടാക്കും. ദ ബോർഡ് റൈറ്റ്സ് ടു ഓൾ ഡിപ്പാർട്ട്മെൻറ്റ് ടു സബ്മിറ്റ് ദ പ്ലാൻ പ്രപ്പോസൽ ഫോർ ദ നെക്സ്റ്റ് ഫിനാൻഷ്യൽ ഇയർ. എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ്സിനോടും പ്ലാൻ ആവശ്യപ്പെടും, പ്ലാനിംഗ് ബോർഡ് ആവശ്യപ്പെടും. അതത് അടുത്ത വരാൻ പോകുന്ന വർഷത്തിൽ അതത് ഡിപ്പാർട്ട്മെൻറ്റ്സ് നടപ്പിലാക്കാൻ പോകുന്ന പദ്ധതികളുടെ ഒരു രൂപരേഖ ആവശ്യപ്പെടും. Based on the draft proposals prepared by the departments, the board members and division chiefs hold discussions with the secretaries, department heads and senior officers. Final discussions are held with the ministers by the vice chairperson. അതായത് ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ്സുമായിട്ടും സെക്രട്ടറീസുമായിട്ടും മിനിസ്റ്റേഴ്സുമായിട്ടൊക്കെ ഡിസ്കസ് ചെയ്തിട്ടാണ് ഫൈനൽ ഒരു ഡ്രാഫ്റ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. The plan proposals and budget for each schemes are finalized after these discussions and the annual plan approved in a meeting of full board. Thereafter, annual plan is placed before Council of Ministers for final approval. അപ്പോൾ ഫുൾ ബോർഡിൻ്റെ ഒരു മീറ്റിങ്ങിന് മുൻപിൽ ഫൈനൽ ഒരു ഡ്രാഫ്റ്റ് ഒരു പോളിസി രൂപരേഖ ആയതിനു ശേഷം ആനുവൽ പ്ലാന് പിന്നെ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിൻ്റെ മുൻപിലായിരിക്കും ഫൈനൽ അപ്രൂവലിന് വേണ്ടി വയ്ക്കുന്നത്. നെക്സ്റ്റ് ഇക്കണോമിക് റിവ്യൂവിൻ്റെ പ്രിപ്പറേഷൻ. ഒന്ന് രണ്ട് ഫാക്ട്സ് ചിലപ്പോൾ അതിനെ ബേസ്ഡ് ചോദിക്കാം. ഏത് വർഷം തൊട്ടാണ് പ്രിപ്പയർ ചെയ്തത്, കേരള സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡ് വരുന്നതിന് മുമ്പാണോ ശേഷമാണോ, അപ്പോൾ ഒരു കൺഫ്യൂഷൻ വരാനുള്ള ഒരു ക്വസ്റ്റ്യൻ്റെ സാധ്യത കിടക്കുന്നത് കൊണ്ട് നമുക്ക് നോക്കാം. ദ ബോർഡ് വാസ് അസൈൻഡ് ദ ടാസ്ക് ഓഫ് പ്രിപ്പയറിംഗ് annual economic review to be presented along with the budget document to the state legislature at the time of its inception. The first economic review was published in 1959. ഇത് കണ്ടോ, പ്രയർ ടു ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡ്. സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡ് രൂപീകരിക്കുന്നതിന് മുമ്പ് തന്നെ നമുക്കൊരു എക്കണോമിക് റിവ്യൂ ഉണ്ടായിരുന്നു. ബ്യൂറോ ഓഫ് ഇക്കണോമിക് സ്റ്റഡി പ്രിപ്പയർഡ് ദിസ് ഫസ്റ്റ് റിപ്പോർട്ട്. അപ്പോൾ ബ്യൂറോ ഓഫ് ഇക്കണോമിക് സ്റ്റഡിയാണ് ആദ്യ റിപ്പോർട്ട് പബ്ലിഷ് ചെയ്തത്. ആഫ്റ്റർ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ദ ബോർഡ് ദ ഇക്കണോമിക് റിവ്യൂ ഈസ് ബീങ് പ്രിപ്പയർഡ് ആൻഡ് പബ്ലിഷ്ഡ് ബൈ ദ ബോർഡ്. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡ് നിലവിൽ വന്നതിന് ശേഷം കണ്ടിന്യൂസ് ആയിട്ട് പിന്നെ പ്ലാനിംഗ് ബോർഡ് തന്നെയാണ് റിവ്യൂ പബ്ലിഷ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യ പ്ലാനിംഗ് ബോർഡ് ശ്രദ്ധിക്കേണ്ടത്, ആദ്യ ഇക്കണോമിക് റിവ്യൂ പബ്ലിഷ് ചെയ്തത് പ്ലാനിംഗ് ബോർഡ് നിലവിൽ വരുന്നതിന് മുമ്പാണ്. ആരാണ് പബ്ലിഷ് ചെയ്തത്? ബ്യൂറോ ഓഫ് ഇക്കണോമിക് സ്റ്റഡീസാണ് പബ്ലിഷ് ചെയ്തത് 1959. ഇപ്പോൾ ഈ മൂന്ന് കാര്യങ്ങൾ ഓർമ്മിക്കുക. എവറി ഇയർ ദ ഇക്കണോമിക് റിവ്യൂ ഇസ് പ്ലേസ്ഡ് ബിഫോർ ദ ലെജിസ്ലേറ്റീവ് അസംബ്ലി ഓൺ ദ ഡേ പ്രയർ ടു ദ പ്രസൻറ്റേഷൻ ഓഫ് ബജറ്റ്. അപ്പോൾ ബജറ്റ് പ്രസൻറ്റ് ചെയ്യുന്നതിന് തലേ ദിവസം ഇത് നിയമസഭയിൽ വയ്ക്കും. The process of preparation of the economic review starts in October every year with all departments contributing data on various parameters. The directors of economics and statistics provides the data on gross state domestic product and gross state value added. അപ്പോൾ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ്സും അവരുമായിട്ട് സംബന്ധിച്ച ഡേറ്റ തരും. ഇനി ഡയറക്ടറേറ്റ് ഓഫ് ഇക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് കോർ ഫിനാൻഷ്യൽ ഇൻഡിക്കേറ്റേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഡേറ്റ കൊടുക്കുന്നത്. ദ ബോർഡ് കമ്പൈൽസ് ഓൾ ഡേറ്റ, അനലൈസസ് ഇറ്റ് ആൻഡ് പ്രിപ്പയർസ് ദ റിവ്യൂ. ദ ഇക്കണോമിക് റിവ്യൂ ഇസ് കൺസിഡേർഡ് ആസ് എ വാല്യുബിൾ റെഫറൻസ് ടെക്സ്റ്റ് ആസ് ഇറ്റ് ഗീവ്സ് എൻ ഓവറോൾ വ്യൂ ഓഫ് ദ സ്റ്റേറ്റ് ഇക്കോണമി. ഇപ്പോൾ നമുക്ക് ഇക്കണോമിക് റിവ്യൂ വായിച്ചിട്ടുള്ളവർക്കറിയാം, ഒന്നാമത്തെ പേജിൽ തന്നെ, ഒന്നാമത്തെ ചാപ്റ്ററിൽ തന്നെ ആ കേരളത്തിൻ്റെ ഇക്കണോമി അത് എല്ലാ സെക്ടേഴ്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഓവറോൾ ഐഡിയ തരും. പിന്നെ തുടർന്നുള്ള ചാപ്റ്റേഴ്സിൽ ഓരോ സെക്ടറുമായിട്ട് ബന്ധപ്പെട്ട ഡീറ്റെയിൽ ആയിട്ടുള്ള അനാലിസിസ് ഉണ്ടായിരിക്കും. ഓക്കെ, മാക്രോ എക്കണോമിക് പെർഫോമൻസ്, ഡെവലപ്മെൻറ്റ് ഇനിഷ്യേറ്റീവ്സ് ടേക്കൺ ബൈ വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ഇൻ ദാറ്റ് പെർട്ടിക്കുലർ ഇയർ ആൻഡ് പ്രോഗ്രസ് ഇൻ ദ പ്ലാൻ ഇംപ്ലിമെൻറ്റേഷൻ. ഡിജിറ്റൈസ്ഡ് വേർഷൻ ഓഫ് ഇക്കണോമിക് റിവ്യൂ ഫ്രം 1959 ഓൺവേർഡ്സ് അവൈലബിൾ ഓൺ ദ ഒഫീഷ്യൽ വെബ്സൈറ്റ് ഓഫ് ദ ബോർഡ്. അപ്പോൾ ബോർഡിൻ്റെ വെബ്സൈറ്റിൽ ആദ്യത്തെ ഇക്കണോമിക് റിവ്യൂ തൊട്ടുള്ളതിൻ്റെ ഡിജിറ്റൈസ്ഡ് വേർഷൻ ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ് ടെക്നിക്കൽ ഡിവിഷൻ. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്, നമുക്ക് പഠിക്കാം. ദർ ആർ 7 ടെക്നിക്കൽ ഡിവിഷൻ. ആ നമ്പർ ഓർമ്മിക്കുക. 7 ടെക്നിക്കൽ ഡിവിഷനാണ് പ്ലാനിംഗ് ബോർഡിനുള്ളത്. ഏതൊക്കെയാണ്? അഗ്രികൾച്ചർ, ഡീസെൻട്രലൈസ്ഡ് പ്ലാനിംഗ്, ഇവാലുവേഷൻ, ഇൻഡസ്ട്രി ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ, പെർസ്പെക്റ്റീവ് പ്ലാനിംഗ്, പ്ലാൻ കോർഡിനേഷൻ, സോഷ്യൽ സർവീസ്. ഈ 7 പേര് ഓർമ്മിക്കുക. നെക്സ്റ്റ്, കഴിഞ്ഞ സെക്രട്ടറി അസിസ്റ്റൻ്റ് ക്വസ്റ്റ്യൻ പരീക്ഷയ്ക്ക് ചോദിച്ച ക്വസ്റ്റ്യനാണ് നമ്മൾ നോക്കാൻ പോകുന്നത്.
which is not the key initiative of agricultural division of Kerala Planning Board. കേരള പ്ലാനിംഗ് ബോർഡിൻ്റെ അഗ്രികൾച്ചർ ഡിവിഷനുമായിട്ട് ബന്ധപ്പെട്ട് വളരെ ഡീപ്പായിട്ടൊരു ക്വസ്റ്റ്യനാണ് ചോദിച്ചിരിക്കുന്നത്. അഗ്രികൾച്ചർ ഡിവിഷൻ്റെ കീ ഇനിഷ്യേറ്റീവിൽ താഴെ പറയുന്നതിൽ അല്ലാത്തതേത്? ഓപ്ഷൻസ് ഉണ്ട്. വർക്ക്ഷോപ്പ് ഓൺ ഹ്യൂമൻ അനിമൽ ഇൻഫ്രൈസ് ഇൻ കേരള, മൾട്ടി ഇൻസ്റ്റിറ്റ്യൂഷണൽ സ്റ്റഡി ഓൺ എൻഹാൻസിങ് വയബിലിറ്റി ഓഫ് കോക്കനട്ട് ഹോൾഡിങ്സ്, സോയിൽ മാപ്പിംഗ് ഇൻ ഓൾ പഞ്ചായത്ത്, വാട്ടർ സപ്ലൈ ആൻഡ് സാനിറ്റേഷൻ. അപ്പോൾ അതാണ് ഓപ്ഷൻ ഇല്ലാത്തത്. ഇപ്പോൾ നമ്മൾ അഗ്രികൾച്ചർ ഡിവിഷനെ പറ്റി പഠിക്കും. തിരിച്ചു വന്ന് ഈ ക്വസ്റ്റ്യൻ എങ്ങനെ അറ്റംപ്റ്റ് ചെയ്യാമായിരുന്നു, നമുക്ക് ഈ ഫാക്റ്റ് അറിയാം എങ്കിലും അറിയില്ലെങ്കിലും ഒക്കെ എങ്ങനെയാണ് ഈസി ആയിട്ട് ഈ ആൻസറിലോട്ട് എത്തിച്ചേരുക എന്ന് നമുക്ക് അനലൈസ് ചെയ്യാം. ആദ്യം നമുക്ക് അഗ്രികൾച്ചർ ഡിവിഷനെ പറ്റി പഠിക്കാം. അഗ്രികൾച്ചർ ഡിവിഷൻ്റെ ഒരു മെയിൻ ഒബ്ജക്റ്റീവ് എന്താണ്? ഡെവലപ്മെൻറ്റ് ഓഫ് അഗ്രികൾച്ചർ ആൻഡ് റിലേറ്റഡ് സെക്ടേഴ്സ്. അതുവഴി കേരളത്തിൻ്റെ ഓവറോൾ ഡെവലപ്മെൻറ്റ് എന്നതാണ് അഗ്രികൾച്ചർ സെക്ടറിൻ്റെ ലക്ഷ്യം. The objective is achieved through its contributions in planning, review and monitoring of implementation, devising strategic interventions, rendering advice to the government and its departments, and engaging in intellectual and research pursuits to provide solutions and reinvigorate development. അപ്പോൾ അഗ്രികൾച്ചർ സെക്ടറിൻ്റെ ഡെവലപ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് പ്ലാനിങ് നടപ്പിലാക്കുക, അതിനെ മോണിറ്റർ ചെയ്യുക എന്നുള്ളതൊക്കെയാണ് പ്രധാനപ്പെട്ട ദൗത്യം. The idea of happiness and prosperity to all stakeholders along with care for environment has guided the actions of the division. ഇപ്പോൾ ഡിവിഷൻ്റെ ഒരു മോട്ടോ എന്ന് പറയുന്നത് ഈ മേളിൽ പറഞ്ഞ കാര്യമാണ്. ഓക്കെ, നെക്സ്റ്റ്, ഓവർ ദ ഇയേഴ്സ് ദ ഡിവിഷൻ ഹാസ് ബീൻ സക്സസ്ഫുൾ ഇൻ പ്രൊവൈഡിങ് വാല്യുബിൾ ഗൈഡൻസ് ആൻഡ് ഇൻപുട്സ് ടു ദ സ്റ്റേറ്റ് ആൻഡ് സൊസൈറ്റി. വളരെ ജനറൽ ആയിട്ടുള്ള കാര്യമാണ്. ഈ ഒരു സ്ലൈഡിൽ ആർക്കും ഒരു സംശയം വരാത്തക്ക രീതിയിലുള്ള ഫാക്ട്സോ കാര്യങ്ങളോ ഒന്നുമില്ല. ഓക്കെ, നെക്സ്റ്റ് സ്ലൈഡ് നോക്കാം. അഗ്രികൾച്ചർ ഡിവിഷൻ ഡീൽ ചെയ്യുന്ന അഗ്രികൾച്ചറുമായിട്ട് ബന്ധപ്പെട്ട സെക്ടേഴ്സ് ഏതൊക്കെയാണെന്നാണ് പറയുന്നത്. ഓക്കെ, അഗ്രികൾച്ചർ, ക്രോപ്പ് ഹസ്ബൻഡറി ആയിട്ട് ബന്ധപ്പെട്ട്, നെക്സ്റ്റ് സോയിൽ ആൻഡ് വാട്ടർ കൺസർവേഷനുമായിട്ട് ബന്ധപ്പെട്ട്, നെക്സ്റ്റ് ആനിമൽ ഹസ്ബൻഡറി, ഓക്കെ, ദെൻ ഡയറി ഡെവലപ്മെൻറ്റ്, ഫിഷറീസ്, മാർക്കറ്റിംഗ്, സ്റ്റോറേജ് ആൻഡ് വെയർഹൗസിങ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് അല്ലേ. ഒത്തിരി നമ്മൾ പ്രൊഡ്യൂസ് ചെയ്താൽ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള സ്ഥലങ്ങൾ ആവശ്യമാണ്. നെക്സ്റ്റ് അഗ്രികൾച്ചർ ഫിനാൻസ്. എന്ത് നടപ്പിലാക്കുന്നതിന് മുമ്പ് ആദ്യം ബേസിക്കായിട്ട് നമുക്ക് ഫൈനാൻസാണ്, കാശാണല്ലോ ആവശ്യം. നെക്സ്റ്റ് അഗ്രികൾച്ചർ റിസർച്ച് ആൻഡ് എഡ്യൂക്കേഷൻ. അപ്പോൾ അതുവഴിയാണ് റിസർച്ചും എഡ്യൂക്കേഷനും ഉണ്ടെങ്കിലേ നല്ല വിളകളും നല്ല കാർഷിക ഒരു ഇംപ്ലിമെൻറ്റേഷനും കൃഷിയൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യാനും പറ്റുള്ളൂ. നെക്സ്റ്റ് സ്പെഷ്യൽ ഏരിയ പ്രോഗ്രാംസ് ഇൻ വയനാട്, കുട്ടനാട് ആൻഡ് കാസർഗോഡ്. ദെൻ ഇറിഗേഷൻ ആൻഡ് ഫ്ലഡ് കൺട്രോൾ. കേരളം കുറച്ച് വർഷമായിട്ട് റിക്കറൻ്റായിട്ട് ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഇഷ്യൂ ആണ്, ഒന്നുകിൽ ഡ്രോട്ട് അല്ലെങ്കിൽ ഫ്ലഡ്. ഇപ്പോൾ കോപ്പറേഷൻ, ഇക്കോളജി ആൻഡ് എൻവയൺമെൻറ്റ് ഇൻക്ലൂഡിങ് പൊല്യൂഷൻ കൺട്രോൾ, ഫോറസ്ട്രി ആൻഡ് വൈൽഡ് ലൈഫ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അഗ്രികൾച്ചർ ഡിവിഷൻ ഡീൽ ചെയ്യുന്ന മേജർ ആയിട്ടുള്ള സെക്ടേഴ്സ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്ന ചില ടെക്നിക്കൽ ഡിവിഷൻസിൽ ചിലപ്പം ഇതുമായിട്ട് സാമ്യമുള്ള എന്തെങ്കിലുമൊക്കെ സെക്ടേഴ്സ് കാണാം. അപ്പോൾ അഗ്രികൾച്ചർ ഡിവിഷൻ ഡീൽ ചെയ്യുന്ന ഏതൊക്കെ സെക്ടറാണ് എന്നുള്ളത് വ്യക്തമായിട്ടൊന്ന് മനസ്സിലാക്കുക. ഏറ്റവും ലാസ്റ്റിലോട്ട് ആ ഭാഗത്തോട്ട് എൻവയറൺമെൻറ്റും ആയിട്ട് വരുന്ന കുറച്ച് ഓവർലാപ്പിംഗ് വരുന്ന കുറച്ച് സെക്ടേഴ്സ് ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ് കീ ഇനിഷ്യേറ്റീവ്സ് ഓഫ് ദ ഡിവിഷൻ. ഈ ഭാഗത്ത് നിന്നാണ് ചോദ്യം ചോദിച്ചിട്ടുള്ളത്, അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് കേൾക്കുക. ടെക്നിക്കൽ കമ്മിറ്റി ഓൺ ഓൺഗോയിങ് മേജർ ആൻഡ് മീഡിയം ഇറിഗേഷൻ പ്രോജക്ട്സ് ഇൻ കേരള. അപ്പോൾ നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞു ഇറിഗേഷൻ ഫ്ലഡ് കൺട്രോളുമായിട്ട് ബന്ധപ്പെട്ട് സെക്ടർ അതിലത് ഡീൽ ചെയ്യുന്നുണ്ട് അല്ലേ. നെക്സ്റ്റ് സ്പെഷ്യൽ പാക്കേജ് ഫോർ പോസ്റ്റ് ഫ്ലഡ് കുട്ടനാട് നമ്മൾ പറഞ്ഞു. കുട്ടനാടും കാസർഗോഡുമായിട്ട് ബന്ധപ്പെട്ട വയനാടുമായിട്ട് ബന്ധപ്പെട്ട കൃഷി കാര്യങ്ങളെ പറ്റി ഡീൽ ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് വർക്ക്ഷോപ്പ് ഓൺ ഹ്യൂമൻ ആനിമൽ ഇൻ്റർഫേസ് ഇൻ കേരള. അപ്പോൾ ഈ ഹ്യൂമൻ ആനിമൽ ഇൻ്റർഫേസ് ഇവിടെ വരും, ഫോറസ്ട്രി ആൻഡ് വൈൽഡ് ലൈഫിൽ വരും. നെക്സ്റ്റ് ഇന്നോവേഷൻസ് ഇൻ അഗ്രികൾച്ചർ. അപ്പോൾ ഇന്നോവേഷൻ നമ്മുടെ അഗ്രികൾച്ചർ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടല്ലോ. നെക്സ്റ്റ് സ്റ്റഡീസ് ഇൻ ഇൻ്റഗ്രേറ്റഡ് ഫാമിംഗ് സിസ്റ്റം. അപ്പം ഫാമിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ഒബ്വിയസ്ലി ക്രോപ്പ് ഹസ്ബൻഡറിയും അനിമൽ ഹസ്ബൻഡറിയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഒരു ഇൻ്റഗ്രേറ്റഡ് ഫാമിംഗ് വരുന്നുണ്ട്. നെക്സ്റ്റ് മൾട്ടി ഇൻസ്റ്റിറ്റ്യൂഷണൽ സ്റ്റഡി ഓൺ എൻഹാൻസിങ് വയബിലിറ്റി ഓഫ് കോക്കനട്ട് ഹോൾഡിംഗ്. അതൊരു സ്പെഷ്യൽ ഒരു പർട്ടിക്കുലർ ക്രോപ്പായിട്ട് എടുത്ത് പറഞ്ഞിരിക്കുന്ന ഒരു സ്റ്റഡിയാണ്. നെക്സ്റ്റ് ക്രോപ്പ് ഹെൽത്ത് മാനേജ്മെൻറ്റ് ഇനിഷ്യേറ്റീവ്, ന്യൂ എക്സ്റ്റൻഷൻ ഇൻ അഗ്രികൾച്ചർ, വെജിറ്റബിൾ ഡെവലപ്മെൻറ്റ് ഇനിഷ്യേറ്റീവ്, മോണിറ്ററിംഗ് ആൻഡ് അസസ്മെൻറ്റ്, സോയിൽ മാപ്പിംഗ് ഇൻ ഓൾ പഞ്ചായത്ത്സ്. സോയിലിനെ പറ്റി സോയിൽ ആൻഡ് വാട്ടർ കൺസർവേഷനെ പറ്റി എടുത്ത് പറയുന്നുണ്ട്. നെക്സ്റ്റ് അഗ്രോ ഇക്കോളജിക്കൽ പ്ലാനിങ് ആൻഡ് സോണേഷൻ. കേരളം പല ക്ലൈമറ്റിനനുസരിച്ച് പല അഗ്രോ ഇക്കോളജിക്കൽ സോൺസായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളിൽ ഓപ്ഷൻസിൽ ഉണ്ടായിരുന്നത് വർക്ക്ഷോപ്പ് ഓൺ ഹ്യൂമൻ ആനിമൽ ഇൻ്റർഫേസ് ഇൻ കേരള ഉണ്ടായിരുന്നു.
മൾട്ടി ഇൻസ്റ്റിറ്റ്യൂഷണൽ സ്റ്റഡി ഓൺ എൻഹാൻസിങ് വയബിലിറ്റി ഓഫ് കോക്കനട്ട് ഹോൾഡിംഗ് ഉണ്ടായിരുന്നു. സോയിൽ മാപ്പിംഗ് ഇൻ ഓൾ പഞ്ചായത്ത്സ് ഉണ്ടായിരുന്നു. ഈ 3 ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് തിരിച്ചു വരാം. ഓക്കെ, ഈ ക്വസ്റ്റ്യനിൽ ഈ ആദ്യത്തെ 3 വായിക്കുമ്പോൾ വളരെ സ്പെസിഫിക് ആയിട്ട് ഒരു നടന്ന കാര്യം അല്ലെങ്കിൽ നടക്കാൻ സാധ്യതയുള്ള ഒരു കാര്യവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് തോന്നും. എന്നാൽ 4ാമത്തെ കാര്യം ഒന്ന് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റ്സുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ സ്വച്ഛ് ഭാരത് മിഷനുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് തോന്നുന്ന ഒരു കാര്യമാണ് വാട്ടർ സപ്ലൈ ആൻഡ് സാനിറ്റേഷൻ, ജൽ ജീവൻ മിഷൻ. നമുക്ക് വേറെ പല പദ്ധതികളും ഉണ്ട്. അപ്പോൾ പ്ലാനിംഗ് ബോർഡിലെ അഗ്രികൾച്ചർ ഡിവിഷനുമായിട്ട് ഒരു ബാക്കി പദ്ധതികൾ വയ്ക്കും വളരെ സ്പെസിഫിക് ആയിട്ട് കോക്കനട്ട് ഹോൾഡിംഗായിട്ട് നടത്തിയപ്പെട്ട സ്റ്റഡി, സോയിൽ മാപ്പിംഗ് എല്ലാ പഞ്ചായത്തിലും നടപ്പിലാക്കാൻ സാധ്യതയുണ്ട്. വാട്ടർ സപ്ലൈ ആൻഡ് സാനിറ്റേഷൻ വളരെ വേഗമായിട്ട് 2 ടേംസ് വന്നിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് അത് ആയിരിക്കില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. ഇല്ലെങ്കിൽ കറക്റ്റായിട്ട് ഫാക്റ്റ് അറിയാമെന്നുള്ള ഒരാൾക്ക് ഇതിൽ ഉത്തരത്തിലോട്ട് എത്തിച്ചേരാം. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഡീസെൻട്രലൈസ്ഡ് പ്ലാനിംഗ് ഡിവിഷനെ പറ്റി നോക്കാം. നേരത്തെ പറഞ്ഞു കേരളത്തിൻ്റെ ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള കേരളത്തിൻ്റെ ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യം എപ്പോഴും എല്ലായിടത്തും നമ്മൾ കേൾക്കാറുണ്ട്. 25 വർഷങ്ങൾ കഴിഞ്ഞു. ഇന്ത്യയിൽ തന്നെ വളരെ നന്നായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്തൊരു സ്റ്റേറ്റാണ് കേരളം. ഓക്കെ, അപ്പോൾ കേരളത്തിൻ്റെ ഡീസെൻട്രലൈസേഷനിൽ ഒരു പീപ്പിൾസ് പ്ലാൻ ക്യാമ്പയിൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ അഡോപ്റ്റ് ചെയ്തത് 1996 ഓഗസ്റ്റ് 17 കേരള അഡോപ്റ്റഡ് എ ബിഗ് ബാങ് അപ്രോച്ച് ടു ഡീസെൻട്രലൈസേഷൻ വിത്ത് ദ ലോഞ്ച് ഓഫ് പീപ്പിൾ പ്ലാൻസ് ക്യാമ്പയിൻ ഓൺ 1996 ഓഗസ്റ്റ് 17. അപ്പോൾ അതിനും 2 വർഷം മുമ്പ് നമ്മൾ കേരള പഞ്ചായത്ത് രാജ് ആക്റ്റൊക്കെ പാസ്സാകുന്നുണ്ട്. കുറച്ചുകൂടി ഇഫക്റ്റീവ് ആക്കാൻ വേണ്ടി നമ്മൾ ഈ ഒരു പീപ്പിൾസ് പ്ലാൻ ക്യാമ്പയിൻ കൊണ്ടുവരുന്നുണ്ട്. ദ പ്രോസസ് ഓഫ് ഡീസെൻട്രലൈസ്ഡ് പ്ലാനിംഗ് വാസ് ലോഞ്ച്ഡ് ഡ്യൂറിങ് 9th 5-year പ്ലാൻ പീരീഡ്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. Okay, 9th 5-year plan period, consequent to the enactment of Kerala Panchayat Raj Act and Kerala Municipalities Act. Okay, under the 10th 5-year plan, the decentralization program in Kerala was restructured and named Kerala Development Plan. 10th പഞ്ചവത്സര പദ്ധതി സമയത്ത് നമ്മൾ അതിനെ ഇങ്ങനെ മാറ്റി കേരള ഡെവലപ്മെൻറ്റ് പ്ലാൻ എന്ന് പറയുന്ന രീതിയിലോട്ട്. അത് കേരള പീപ്പിൾസ് പ്ലാൻ ക്യാമ്പയിനിൽ നിന്നും കേരള ഡെവലപ്മെൻറ്റ് പ്ലാൻ എന്ന പേരിലേക്ക് മാറ്റി. ഇനി 11th 5-year plan പീരീഡ് സമയത്ത് ദ എൻറ്റയർ പ്രോസസ് വാസ് റീവോംഡ് ബൈ ഗിവിംഗ് സ്ട്രെസ് ടു ദ കോൺസെപ്റ്റ് പീപ്പിൾസ് പ്ലാനിങ്, ജനങ്ങളുടെ തന്നെ പ്ലാനിങ് എന്നുള്ള രീതിയിൽ പേര് മാറ്റി. അതേതാണ് 11th 5-year plan, ഫോക്കസിങ് ഓൺ ദ കംപ്ലീഷൻ ഓഫ് ദ ഇൻസ്റ്റിറ്റ്യൂഷണലൈസേഷൻ ഓഫ് ഡീസെൻട്രലൈസ്ഡ് ഗവൺമെൻറ്. ഓക്കെ, അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഓർമ്മിക്കുക. നെക്സ്റ്റ്, the 12th 5-year plan approach envisaged concrete steps to strengthen the planning process with the use of information technology. ഇപ്പോൾ 12th 5-year പ്ലാനിൻ്റെ സമയത്ത് നമ്മൾ ICT ആയിട്ട് ബന്ധപ്പെട്ട് ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റിൽ ആ ഒരു ഡീസെൻട്രലൈസേഷൻ പ്രോസസ്സ് കുറച്ചുകൂടി സ്ട്രോങ് ആക്കി. 12th 5-year പ്ലാനിൻ്റെ സമയത്ത് ദ സെക്കൻഡ് ഫേസ് ഓഫ് ദ പീപ്പിൾസ് പ്ലാൻ ക്യാമ്പയിൻ ഹാസ് ബീൻ ഇനോഗ്രേറ്റഡ്. ഈ സമയത്തും 2ാം ഘട്ടം പീപ്പിൾസ് പ്ലാൻ 1996 തുടങ്ങിയതിൻ്റെ 2ാം ഘട്ടം ഉദ്ഘാടനം ചെയ്തു. The thrust in the 13th 5-year plan period is on second generation social economic issues confronting the state. ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് നമുക്ക് വളരെ ജനറലായിട്ട് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിലല്ല, കുറച്ചുകൂടെ ഡിസ്ക്രിപ്റ്റീവ് എക്സാംസിനാണ്. ഉദാഹരണം കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിന് റിട്ടൺ എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് ഫസ്റ്റ് ജനറേഷൻ, സെക്കൻഡ് ജനറേഷൻ, തേർഡ് ജനറേഷൻ ഇഷ്യൂ ആയിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യം. അപ്പം ആ ഒരു സമയത്ത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ് എന്താണ് ഫസ്റ്റ് ജനറേഷൻ. ഇപ്പോൾ ഇവിടെ സെക്കൻഡ് ജനറേഷൻ ഇഷ്യൂസിൻ്റെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്താണ് ഫസ്റ്റ് ജനറേഷൻ ഇഷ്യൂ എന്ന് നമുക്ക് നോക്കാം. ആദ്യം ഫസ്റ്റ് ജനറേഷൻ ഇഷ്യൂ എന്ന് പറയുമ്പോൾ സിവിൽ ആൻഡ് പൊളിറ്റിക്കൽ റൈറ്റ്സുമായിട്ട് ബന്ധപ്പെട്ടതാണ്. നമുക്ക് ഒരു രാഷ്ട്രം രൂപീകരിക്കുന്ന ആ ബന്ധപ്പെട്ട കാര്യങ്ങളൊന്ന് ഓർമ്മിച്ചാൽ ചിലപ്പോൾ നമുക്ക് കിട്ടും. അതായത് ആദ്യം രാഷ്ട്രം രൂപീകരിക്കുമ്പോൾ നമുക്ക് സിവിൽ പൊളിറ്റിക്കൽ റൈറ്റ്സിന് വേണ്ടിയുള്ള ഫൈറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ അതിന് വേണ്ടിയുള്ള സമരങ്ങളായിരിക്കും. റൈറ്റ് ടു വോട്ട്. ഇപ്പോൾ ഭാഗ്യവശാൽ ഇന്ത്യയിൽ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. നമുക്ക് ജനറലായിട്ട് ചിന്തിക്കാം ഗ്ലോബൽ ഒരു പെർസ്പെക്റ്റീവിൽ റൈറ്റ് ടു വോട്ട് ചെയ്യാൻ അതിന് വേണ്ടി, പിന്നെ ഫ്രീഡം ഓഫ് സ്പീച്ച്, ഫ്രീഡം ഓഫ് അസംബ്ലി, ഫ്രീഡം ഓഫ് റിലീജിയൻ, നല്ല ഡിഗ്നിറ്റിയോടെ ട്രീറ്റ് ചെയ്യാനുള്ള അവകാശം. ഇപ്പോൾ ഇതൊക്കെയാണ് ഫസ്റ്റ് ജനറേഷൻ ഇഷ്യൂ ആയിട്ട് നമ്മളെപ്പോഴും ഡെവലപ്മെൻറ്റൽ ഇഷ്യൂ ആയിട്ട് കണക്കാക്കുന്നത്. ഇനി സെക്കൻഡ് ജനറേഷനിൽ ഇക്കണോമിക്, സോഷ്യൽ ആൻഡ് കൾച്ചറൽ റൈറ്റ്സ് ആണ്. ഓക്കെ, അപ്പോൾ സെക്കൻഡ് ജനറേഷൻ ഹ്യൂമൻ റൈറ്റ്സ് ഇഷ്യൂ അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റൽ ഇഷ്യൂ എന്ന് പറയുന്നത് എപ്പോഴും ഇക്കണോമിക്, സോഷ്യൽ ആൻഡ് കൾച്ചറൽ റൈറ്റ്സിന് വേണ്ടിയായിരിക്കും. അപ്പോൾ പിന്നെ ഉദാഹരണം റൈറ്റ് ടു എംപ്ലോയ്മെൻറ്റ്, ഹൗസിങ്, റൈറ്റ് ടു ഹൗസിങ്, റൈറ്റ് ടു അഡിക്വേറ്റ് ഫുഡ്, ക്ലോത്തിങ്, റൈറ്റ് ടു അഡിക്വേറ്റ് ഹെൽത്ത് കെയർ, സോഷ്യൽ സെക്യൂരിറ്റി. അപ്പോൾ നിങ്ങൾ ആ ഒരു സമയത്തെ പോളിസീസ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ അത് രാജ്യത്തിൻ്റെ ആയാലും കേരളത്തിൻ്റെ ആയാലും ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പം ലേബർ റിലേറ്റഡ് ആയിട്ടുള്ള ലോസ് ഫോം ചെയ്യുന്നു. ഹൗസിങ്ങിന് വേണ്ടി ഹൗസിംഗ് ഫോർ ഓൾ ബൈ 2022 എന്ന് പറഞ്ഞൊരു പ്രോജക്റ്റ് നമുക്ക് ഇന്ത്യയിലുണ്ട്. റൈറ്റ് ടു ഫുഡ്, അതിനുവേണ്ടി ഫുഡ് സെക്യൂരിറ്റി ആക്റ്റ് ഉണ്ട്.
പിന്നെ ഹെൽത്ത് കെയറിന് വേണ്ടി ഇപ്പോൾ നാഷണൽ ആയുഷ്മാൻ ഭാരത് അഭിയാൻ പോലുള്ള പ്രോജക്ട്സ് വന്നു. അപ്പോൾ സോഷ്യൽ സെക്യൂരിറ്റിക്ക് വേണ്ടി ഒരുപാട് മെഷേഴ്സ് നമ്മൾ എടുക്കുന്നുണ്ട്. അപ്പോൾ സെക്കൻഡ് ജനറേഷൻ്റെ ഇഷ്യൂസിനെ സ്റ്റേറ്റ് കൺഫ്രണ്ട് ചെയ്യുന്ന സെക്കൻഡ് ജനറേഷൻ ഇഷ്യൂവിനെ ബേസ് ചെയ്തിട്ടായിരുന്നു, അത് ഡീൽ ചെയ്യാനായിരുന്നു നമ്മുടെ 13th 5-year പ്ലാൻ പ്രധാനമായും ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് തേർഡ് ജനറേഷൻ ഡെവലപ്മെൻറ്റൽ ഇഷ്യൂ കൂടെ എന്താണെന്ന് നോക്കാം. തേർഡ് ജനറേഷൻ ഇഷ്യൂ ആകുമ്പോഴത്തേക്കും അതൊരു കളക്റ്റീവ് ഒരു വോയിസ് അവിടെ വരും. അതായത് കമ്മ്യൂണിറ്റീസിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടി ഒരു പർട്ടിക്കുലർ പോപ്പുലേഷൻ്റെ നേഷൻ്റെയും കളക്റ്റീവായിട്ടൊരു സൊസൈറ്റിയുടെയൊക്കെ റൈറ്റിന് വേണ്ടിയുള്ള പോരാട്ടമാണ്. ഉദാഹരണം എന്താണ്, ട്രേഡിന്, ഇപ്പോൾ ഗ്ലോബൽ ട്രേഡ് വഴിയുള്ള ഡെവലപ്മെൻറ്റിന് വേണ്ടിയുള്ള പോരാട്ടം, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ഇപ്പം ബ്രഹ്മപുരം ഇഷ്യൂ എന്നൊക്കെ നമ്മൾ കേട്ടു. അവിടെ ജീവിക്കുന്ന ഒരു പർട്ടിക്കുലർ ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളുടെ റൈറ്റ് ടു കളക്റ്റീവ് റൈറ്റ് ടു പ്യുവർ ഒരു എൻവയറൺമെൻറ്റിന് വേണ്ടിയോ, അതൊരു എക്സാമ്പിളാണ്. ഒരു മതസ്പർദ്ധകളില്ലാതെ ഒരു ഹാർമോണിയസ് ആയിട്ടൊരു സൊസൈറ്റിക്ക് വേണ്ടിയുള്ള പോരാട്ടം. ഇതെല്ലാം തേർഡ് ജനറേഷൻ പോരാട്ടങ്ങളിൽ വരും. അപ്പോൾ ഇവിടെ നമ്മൾ 3 ജനറേഷൻ ഇഷ്യൂസ് നോക്കി. ഇനി സെക്കൻഡ് ഫേസ് ഓഫ് ദ ഡീസെൻട്രലൈസ്ഡ് പ്ലാനിംഗ് എയിംസ് അറ്റ് സോൾവിങ് ദീസ് സെക്കൻഡ് ജനറേഷൻ പ്രോബ്ലംസ് വിത്ത് ജെനുവിൻ പീപ്പിൾസ് പാർട്ടിസിപ്പേഷൻ ബാക്ക്ഡ് ബൈ സ്ട്രോങ് അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് പൊളിറ്റിക്കൽ മെഷേഴ്സ്. അപ്പോൾ നമ്മൾ കണ്ടു ഫസ്റ്റ് ജനറേഷൻ ഇഷ്യൂ എല്ലാം നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ വഴി അല്ലെങ്കിൽ സ്റ്റാറ്റ്യൂട്ടറി ആ ഒരു ലീഗൽ ഇൻസ്റ്റിറ്റ്യൂഷൻ വഴി നമുക്ക് ഗവൺമെൻറ് ഇങ്ങോട്ട് തരും. പക്ഷേ സെക്കൻഡ് ജനറേഷൻ ഇഷ്യൂവിന് വേണ്ടി നമ്മൾ പോരാടണം കുറേയൊക്കെ, അല്ലേ? എംപ്ലോയ്മെൻറ്റിന് വേണ്ടിയും ഹൗസിങ്ങിനൊക്കെ വേണ്ടി ഒരുപാട് പദ്ധതികൾ, ഇപ്പോൾ കേരളം നടപ്പിലാക്കുന്ന സാമൂഹ്യ സുരക്ഷാ പദ്ധതികളെല്ലാം ഈ സെക്കൻഡ് ജനറേഷൻ ഇഷ്യൂവിനെ ഫേസ് ചെയ്യുന്ന അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ സെക്കൻഡ് ഫേസിൽ, അതായത് ഡീസെൻട്രലൈസ്ഡ് പ്ലാനിങ്ങിൻ്റെ സെക്കൻഡ് ഫേസിൽ നമ്മൾ ഏറ്റവും കൂടുതലും ശ്രദ്ധ ചെലുത്തിയത് ഈ സെക്കൻഡ് ജനറേഷൻ ഇഷ്യൂവിനാണ്. ഓക്കെ, നെക്സ്റ്റ് മേജർ റെസ്പോൺസിബിലിറ്റീസ് അത് ഓൾമോസ്റ്റ് സെയിം ആണ്. ഈ ഡീസെൻട്രലൈസ്ഡ് പ്ലാനിങ്ങിൻ്റെ ഓൾമോസ്റ്റ് കുറേ കാര്യങ്ങളെല്ലാം ഇപ്പോൾ ഇക്കണോമിക് റിവ്യൂ ഫോം ചെയ്യുക, ആനുവൽ പ്ലാൻ, 5-year പ്ലാൻ ഫോം ചെയ്യുക. ഇതിൽ ഡിഫറെൻ്റ് ആയിട്ട് നിൽക്കുന്നത് ഒന്ന് നോക്കാം. representing working group meetings in respect of the concerned departments for the approval of project, conducting studies in the concerned sector, formulation of district plan, അത് ശ്രദ്ധിക്കുക, overall monitoring of district planning offices. നെക്സ്റ്റ് വിങ് എന്ന് പറയുന്നത് ഇതിൻ്റെ കീ ഇനിഷ്യേറ്റീവ് നോക്കാം. നമ്മൾ അഗ്രികൾച്ചർ ഡിവിഷൻ്റെ കീ ഇനിഷ്യേറ്റീവിൽ നിന്നാണ് ക്വസ്റ്റ്യൻ വന്നത്. അതുകൊണ്ട് ഇനി മറ്റ് 6 ടെക്നിക്കൽ ഡിവിഷനിൽ നിന്നുള്ള കീ ഇനിഷ്യേറ്റീവ്സ് ക്വസ്റ്റ്യൻ ആയിട്ട് വരാം. ഇംപ്ലിമെൻറ്റേഷൻ ആൻഡ് മോണിറ്ററിംഗ് ഓഫ് പ്ലാൻസ് ഓഫ് ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻ കൊളാബറേഷൻ വിത്ത് ദ ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ്. ഓക്കെ, ലോക്കൽ സെൽഫ് ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് കൊളാബറേറ്റ് ചെയ്തിട്ട് അത് പദ്ധതികൾ നടപ്പിലാക്കുക. പ്രിപ്പയർ ഡ്രാഫ്റ്റ് ഗൈഡ് ലൈൻസ് ആൻഡ് ഇൻസ്ട്രക്ഷൻസ് ഫോർ ലോക്കൽ ലെവൽ ഡിസ്ട്രിക്ട് പ്ലാനിംഗ്, അതിന് വേണ്ടിയിട്ടുള്ള ഗൈഡ് ലൈൻസ് തയ്യാറാക്കുക. അണ്ടർടേക്ക് നീഡ് ബേസ്ഡ് സ്റ്റഡീസ് ടു ഇംപ്രൂവ് ഡീസെൻട്രലൈസ്ഡ് പ്ലാനിംഗ് പ്രോസസ് ബൈ ഐഡൻറ്റിഫൈയിങ് ദ ക്രിട്ടിക്കൽ ഗ്യാപ്സ് ആൻഡ് ഷോർട്ട് ഫാൾസ് ഇൻ ദ സിനാരിയോ. Periodically convening the district planning officers meeting with a view to evaluate performance, coordinating plans of local governments, MP LADs. ഇതൊക്കെ ഇപ്പോൾ ഇതിൽ വളരെ ജനറലായിട്ട് നമുക്ക് സ്പെസിഫിക് ആയിട്ട് പോയിൻറ്റ്സ് ഒന്നുമില്ല. എല്ലാത്തിലും ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ പ്ലാനിങ്, ഡിസ്ട്രിക്ട് ലെവൽ പ്ലാനിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ഡീസെൻട്രലൈസ്ഡ് പ്ലാനിങ് എല്ലാ കീ ടേംസും ഉണ്ടായിരിക്കും. കൺഫ്യൂഷനായിട്ട് ഇപ്പം അഗ്രികൾച്ചർ ഡിവിഷനിൽ പറഞ്ഞ പോലെ സ്പെസിഫിക് കുറച്ച് പദ്ധതികളൊന്നുമില്ല, വളരെ ജനറൽ ആയിട്ടുള്ളതാണ്. നെക്സ്റ്റ് തേർഡ് ഇവാലുവേഷൻ ഡിവിഷനാണ്. ഇവാലുവേഷൻ ഡിവിഷൻ ഫങ്ഷൻസ് അണ്ടർ എ ചീഫ് സപ്പോർട്ടഡ് ബൈ എ ടീം. ഇപ്പോൾ ഒരു ടീം ഉണ്ടായിരിക്കും, ചീഫ് ഉണ്ടായിരിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞു സബ്ജക്റ്റ് ആ ഒരു ഡൊമൈനിൽ എക്സ്പേർട്ട് ആയിട്ടുള്ള വ്യക്തിയായിരിക്കും. മേജർ റെസ്പോൺസിബിലിറ്റീസ് നോക്കിയാലോ. കണ്ടക്ടിങ് ഇവാലുവേഷൻ ഇമ്പാക്റ്റ് ആൻഡ് ഫീസിബിലിറ്റി സ്റ്റഡീസ്, കണ്ടക്ടിങ് ഫീൽഡ് സർവേസ്, പ്രിപ്പറേഷൻ ഓഫ് ട്രെയിനിങ് മൊഡ്യൂൾസ്, കണ്ടക്ടിങ് ഇൻഡക്ഷൻ ട്രെയിനിങ് പ്രോഗ്രാംസ്, കണ്ടക്ടിങ് കപ്പാസിറ്റി ബിൽഡിംഗ് ട്രെയിനിങ് പ്രോഗ്രാംസ്, പബ്ലിഷിംഗ് സ്റ്റഡീസ് ആൻഡ് വർക്കിംഗ് പേപ്പേഴ്സ്. അപ്പോൾ പിന്നെ ഇന്റേൺഷിപ്പ് പ്രോഗ്രാംസ് ടു PG, MPhil, PhD സ്കോളേഴ്സ് ഓൺ വേരിയസ് സബ്ജക്ട്. അപ്പോൾ ഇവാലുവേഷൻ എന്ന് പറയുമ്പോൾ പ്ലാനിൻ്റെ ഒരു മോണിറ്ററിങ് നടക്കുന്ന സ്റ്റേജാണ്. അല്ലെങ്കിൽ അത് ആ ഒരു ഇവാലുവേഷൻ സ്റ്റേജിൽ നമുക്ക് പ്രധാനമായിട്ടും വേണ്ടത് പ്രൈമറി ഡേറ്റ പോയി കളക്ട് ചെയ്യുക എന്നുള്ളതാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇന്റേൺഷിപ്പ് പ്രോഗ്രാംസ് ഉണ്ട്. ഇനി 2 കീ ഇനിഷ്യേറ്റീവ്സ് ആണ് പറയുന്നത്. 94 ഇവാലുവേഷൻ സ്റ്റഡി റിപ്പോർട്ടും 26 വർക്കിംഗ് പേപ്പേഴ്സും നടപ്പിലാക്കിയിട്ടുണ്ടെന്ന് പറയുന്നു. മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളെ അപേക്ഷിച്ച് കീ ഇനിഷ്യേറ്റീവ്സ് അത്ര ചോദിക്കാൻ വലിയ സാധ്യതയില്ല. നെക്സ്റ്റ് ഇൻഡസ്ട്രീസ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ഡിവിഷൻ. The overarching objective of the division is to facilitate development of industry and infrastructure of the state. വളരെ ജനറൽ നമുക്ക് ഊഹിക്കാവുന്ന ഒരു എയിം തന്നെയാണ്. The division seeks to ensure that such developments in the industry infrastructure is aligned to the development requirements and priorities of the state as a whole. നമ്മൾ അഗ്രികൾച്ചർ ഡിവിഷൻ പറഞ്ഞതുപോലെ തന്നെ അഗ്രികൾച്ചർ ഡെവലപ്മെൻറ്റിനോടൊപ്പം കേരളത്തിൻ്റെ മൊത്തം ഡെവലപ്മെൻറ്റ് എന്നതുപോലെ ഇൻഡസ്ട്രി ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ ഡെവലപ്മെൻറ്റ് അത് സ്റ്റേറ്റിൻ്റെ മൊത്തം ആ ഒരു ഡെവലപ്മെൻറ്റുമായിട്ട് അലൈൻ ചെയ്ത് പോവുക.
Through its inputs, it assesses the efforts of departments and agencies in moving towards coordinated and sustained development in the sectors. It assists and advises the government in formulation of the most ideal policies for the sector and implementation of plans. The Industry and Infrastructure Division conducts functions under a chief supported by a team. ഇപ്പോൾ വളരെ ജനറൽ ആയിട്ടുള്ള നമുക്ക് ഒരു കൺഫ്യൂഷൻ ഇല്ലാത്ത കുറച്ച് ഒബ്ജക്റ്റീവ്സ് ആണ്. നെക്സ്റ്റ് ഏതൊക്കെ സെക്ടേഴ്സ് ആണ് ഇതൊന്ന് നോക്കണേ. ഇൻഡസ്ട്രി ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ, ഇപ്പോൾ എനർജി എന്ന് പറയുന്നൊരു നമുക്ക് വളരെ ഇൻഡസ്ട്രീസ് പ്രൊവൈഡ് ഫംഗ്ഷൻ ചെയ്യാൻ വളരെ വളരെ ആവശ്യമായിട്ടുള്ളൊരു ഇൻഫ്രാസ്ട്രക്ചർ, അതിൻ്റെ കീഴിലൊരു എനർജി. ഇൻഡസ്ട്രീസ്, മൈനിങ്, IT, ട്രാൻസ്പോർട്ട് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ടൂറിസം, അതൊന്ന് ശ്രദ്ധിക്കണേ. സയൻസ് ആൻഡ് ടെക്നോളജി ആൻഡ് എൻവയറൺമെൻറ്റ്, ഇതെല്ലാം ഒന്ന് ശ്രദ്ധിക്കണം. ഓക്കെ, ഇത്രയും നമുക്ക് പിന്നെയും കിട്ടാൻ സാധ്യതയുണ്ട്. ഈ ടൂറിസം, സയൻസ് ആൻഡ് ടെക്നോളജി ആൻഡ് എൻവയറൺമെൻറ്റ്, കണ്ടോ എൻവയറൺമെൻറ്റ് എന്ന് പറയുന്ന കാര്യം ഇവിടെയുണ്ട്. അഗ്രികൾച്ചർ സെക്ടറിൻ്റെ കീഴിൽ ചിലപ്പോൾ നമുക്ക് ആ ഒരു കൺഫ്യൂസ്ഡ് ആവാൻ സാധ്യതയുണ്ട്, ശ്രദ്ധിക്കണം. കീ ഇനിഷ്യേറ്റീവ്സ് എന്താണെന്ന് നോക്കി ഒരു റിപ്പോർട്ട് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. പോളിസീസ് ആൻഡ് ഏജൻസീസ് ഫോർ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് ഇൻ കേരള. ഇൻഡസ്ട്രി എന്ന വാക്കുള്ളത് കൊണ്ട് തന്നെ ഇൻഡസ്ട്രിയൽ ഡിപ്പാർട്ട്മെൻറ്റ് ആണെന്ന് കിട്ടും. എംപ്ലോയ്മെൻറ്റ് ക്രിയേഷൻ ദ ടെക്സ്റ്റൈൽ ആൻഡ് മാനുഫാക്ചറിംഗ് സെക്ടർ ഇൻ കേരള, ഇൻഡസ്ട്രിയൽ ഡിപ്പാർട്ട്മെൻറ്റ് ആണെന്ന് കിട്ടുമല്ലോ. ഹാൻഡ് ബുക്ക് ഓൺ ദ ടെക്നോളജി ബിസിനസ് ഇൻക്യുബേറ്റർ, ഇവാലുവേഷൻ സ്റ്റഡി ഓൺ വേരിയസ് റിന്യൂവബിൾ എനർജി പ്രോഗ്രാംസ് ഇംപ്ലിമെൻറ്റഡ് ബൈ അനേർട്ട്. ഇവിടെ എനർജി എന്ന് പറഞ്ഞ കാര്യം ഉള്ളത് കൊണ്ട് തന്നെ നമുക്കിത് സ്വാഭാവികമായും കിട്ടേണ്ടതാണ്. ഓക്കെ, ഇനിഷ്യേറ്റീവ്സിൽ സംശയമില്ല. ഇനി നെക്സ്റ്റ് പെർസ്പെക്റ്റീവ് പ്ലാനിംഗ് ഡിവിഷൻ. ദ പെർസ്പെക്റ്റീവ് പ്ലാനിംഗ് ഡിവിഷൻ ഫങ്ഷൻസ് അണ്ടർ എ ചീഫ് സപ്പോർട്ട് ബൈ എ ടീം. ഏതൊക്കെ സെക്ടറുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് ഇവർ നോക്കുന്നത്? സെക്രട്ടേറിയറ്റ് എക്കണോമിക് സർവീസസ്, സിവിൽ സപ്ലൈസ്, അതർ ജനറൽ ഇക്കണോമിക് സർവീസസ്, സ്റ്റേഷനറി ആൻഡ് പ്രിൻറ്റിംഗ്, പബ്ലിക് വർക്ക്സ്. ചോദിക്കാൻ അധികം സാധ്യതയില്ലാത്ത ഒരു മേഖല. ഓക്കെ, മേജർ ഡിപ്പാർട്ട്മെൻറ്റ് അസോസിയേറ്റഡ് വിത്ത് ദ സെക്ടേഴ്സ്. അപ്പോൾ ഏതൊക്കെ സെക്ടറുമായിട്ട് ബന്ധപ്പെട്ടാണ് എന്ന് നോക്കാം. സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡ്, പോലീസ്, രജിസ്ട്രേഷൻ, PWD, ഹൈക്കോർട്ട്, ട്രഷറി, എക്സൈസ്, സിവിൽ സപ്ലൈസ്, റവന്യൂ, സർവേ ആൻഡ് ലാൻഡ് റെക്കോർഡ്സ്, വിജിലൻസ്, കേരള സ്റ്റേറ്റ് പബ്ലിക് സർവീസ് കമ്മീഷൻ, GST ഡിപ്പാർട്ട്മെൻറ്റ്, സ്റ്റേറ്റ് ഓഡിറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് ഇൻ ഗവൺമെൻറ്, സ്റ്റേറ്റ് സെൻറ്റർ ഫോർ ഡെവലപ്മെൻറ്റ് സ്റ്റഡി, CDS, കേരള ഡെവലപ്മെൻറ്റ് ആൻഡ് ഇന്നോവേഷൻ സ്ട്രാറ്റജി കൗൺസിൽ. അപ്പോൾ ഇത്രയും കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാണ് പെർസ്പെക്റ്റീവ് പ്ലാനിംഗ് ഡിവിഷൻ വർക്ക് ചെയ്യുന്നത്. നെക്സ്റ്റ് കീ ഇനിഷ്യേറ്റീവ്സ് എന്താണ്? കേരള പെർസ്പെക്റ്റീവ് പ്ലാൻ 2030 എന്ന് പറയുന്ന കാര്യമാണ് ഏറ്റവും വലിയ കീ ഇനിഷ്യേറ്റീവ്. നമുക്ക് നോക്കാം. ഫോർമുലേഷൻ ഓഫ് പെർസ്പെക്റ്റീവ് പ്ലാൻസ് ഫോർ ദ സ്റ്റേറ്റ് ആൻഡ് ലോങ് ടേം ഡെവലപ്മെൻറ്റ് പെർസ്പെക്റ്റീവ് ഫോർ ഓവറോൾ എക്കോണമി ആസ് വെൽ എസ് ഓൾ സെക്ടേഴ്സ് ഓഫ് സ്റ്റേറ്റ്, കോർഡിനേഷൻ ഫെസിലിറ്റേഷൻ ഓഫ് ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് കേരള പെർസ്പെക്റ്റീവ് പ്ലാൻ 2030. നമുക്ക് അങ്ങനെ ഒരു ഡോക്യുമെൻ്റ് ഉണ്ട്. ഇപ്പോൾ ഇന്ത്യ നമുക്ക് വിഷൻ 75 ഇന്ത്യ ഒരു ഡോക്യുമെൻ്റ് ഉണ്ട് നീതി ആയോഗിൻ്റെ. അതുമാതിരി കേരളത്തിൻ്റെ പെർസ്പെക്റ്റീവ് പ്ലാൻ റിലേറ്റഡ് ഒരു ഡോക്യുമെൻ്റ്, അതിലെ കാര്യങ്ങൾ നടപ്പിലാക്കുക. ആൻഡ് കോർഡിനേഷൻ ഓഫ് ലൈവ്ലിഹുഡ് ഡെവലപ്മെൻറ്റ് പാക്കേജ് റിപ്പോർട്ട് ആൻഡ് കോൺഫറൻസ്, കോർഡിനേഷൻ ഓഫ് വർക്ക്ഷോപ്പ് ഓൺ സ്റ്റേറ്റ് ലെവൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഫോർ കേരള, ലാൻഡ് റെക്കോർഡ്സ് മോഡേണൈസേഷൻ പ്രോഗ്രാം. ഇവിടെ ലാൻഡുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഡിപ്പാർട്ട്മെൻറ്റ് നമ്മൾ പറഞ്ഞു, നാഷണൽ ഫുഡ് സെക്യൂരിറ്റീസ് ആക്ട്. പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് നമ്മൾ പറഞ്ഞു, പോലീസ് മോഡേണൈസേഷൻ പ്രോഗ്രാം. ഇതെല്ലാം കീ ഇനിഷ്യേറ്റീവ് ആണ്. ഓക്കെ, നെക്സ്റ്റ് പ്ലാൻ കോർഡിനേഷൻ ഡിവിഷൻ. This division is responsible for the coordination of annual plan, fire plan related activities of State Planning Board, coordination and consolidation of economic review, conducting planning board meetings and other coordination activities as directed by Vice Chairperson and Member Secretary. The division also conducts monthly lecture series and publishes monthly newsletter, Planning Matters. ഇപ്പോൾ പ്ലാനിംഗ് മാറ്റേഴ്സ് എന്ന് പറഞ്ഞ ന്യൂസ്ലെറ്ററിൻ്റെ പേര് ആലോചിക്കുക. പ്ലാൻ സ്പേസ് മോണിറ്ററിംഗ് സോഫ്റ്റ്വെയർ നമ്മൾ നേരത്തെയും പറഞ്ഞു. ഇത് രണ്ടും കീ ഇനിഷ്യേറ്റീവാണ്. അപ്പോൾ ഇത് പേരുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നത് കൊണ്ട് കൺഫ്യൂഷൻ വരാൻ സാധ്യതയില്ല. നെക്സ്റ്റ് നേരത്തെ പറഞ്ഞത് തന്നെയാണ് പബ്ലിക് പ്ലാനിംഗ് മാറ്റേഴ്സ്. പിന്നെ സ്റ്റഡി റിപ്പോർട്ട്സ് പബ്ലിഷ് ചെയ്യുക, റിപ്പോർട്ട് ഓഫ് ഡിസ്ട്രിക്റ്റ് വൈസ് ബ്രേക്കപ്പ് ഓഫ് പ്ലാൻ ഫണ്ട് എങ്ങനെയാണ് ഓരോ ഡിസ്ട്രിക്റ്റിലും ചിലവഴിച്ചത് എന്നുള്ളത് പരിശോധിക്കുക. ഡിസ്ട്രിക്ട് ഡെവലപ്മെൻറ്റ് റിപ്പോർട്ട്, LGS ലോക്കൽ സെൽ ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് വൈസ് ആയിട്ടുള്ള ഡിസ്ട്രിക്ട് ഡെവലപ്മെൻറ്റ് റിപ്പോർട്ട്, റിപ്പോർട്ട് ഓഫ് ലോക്കൽ ബോഡി ഫിസിക്കൽ ആൻഡ് ഫിനാൻഷ്യൽ അച്ചീവ്മെൻറ്റ്, ഇതെല്ലാം ഇതിൻ്റെ കീ ഇനിഷ്യേറ്റീവാണ്. നെക്സ്റ്റ് സോഷ്യൽ സർവീസസ് ഡിവിഷൻ. ഓക്കെ, മോസ്റ്റ് ഓഫ് ദ പോളിസി ആൻഡ് പ്ലാൻ റിലേറ്റഡ് ആക്ടിവിറ്റീസ് വിത്ത് റിഗാർഡ് ടു ദ സോഷ്യൽ സെക്യൂരിറ്റി, വെൽഫെയർ ആൻഡ് സർവീസസ് ഓഫ് ദ സ്റ്റേറ്റ് കം അണ്ടർ പെർവ്യൂ ഓഫ് ദിസ് ഡിവിഷൻ. അപ്പോൾ എന്തൊക്കെയാണ്? സോഷ്യൽ സെക്യൂരിറ്റിയും വെൽഫെയർ സർവീസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ ഈ ഡിവിഷനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നു. More than 100 implementation departments, agencies which are related to social services are coming under this division. ഓക്കെ, ഏതൊക്കെ സെക്ടറുമായിട്ട് ബന്ധപ്പെട്ട പദ്ധതികളാണ്? ഒന്ന് എഡ്യൂക്കേഷൻ, ഹെൽത്ത് ഉണ്ട്, സോഷ്യൽ സെക്യൂരിറ്റി ആൻഡ് വെൽഫെയർ, ലേബർ ആൻഡ് ലേബർ വെൽഫെയർ, വാട്ടർ ആൻഡ് സാനിറ്റേഷൻ. ഇതാണ് മാറ്റി ചോദിച്ചത്, കണ്ടോ. നെക്സ്റ്റ് ന്യൂട്രീഷൻ, സ്പോർട്സ് ആൻഡ് യൂത്ത് അഫെയർസ്, ആർട്ട് ആൻഡ് കൾച്ചർ, ഇൻഫർമേഷൻ ആൻഡ് പബ്ലിസിറ്റി,
ജെൻഡർ ഡെവലപ്മെൻറ്റ്, ഹൗസിംഗ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മറ്റ് പ്ലാൻ ഡിവിഷനുമായിട്ട് കൂട്ടിക്കൊഴയാതെ ശ്രദ്ധിക്കുക. അപ്പോൾ ഇപ്പോൾ ഇതിൽ നമുക്ക് അഗ്രികൾച്ചറും നിന്നും ഈ സോഷ്യൽ സെക്യൂരിറ്റി ഈ ഒരു സോഷ്യൽ സർവീസ് ഡിവിഷനുമായിട്ട് ബന്ധപ്പെട്ട് ക്വസ്റ്റ്യൻസ് മാറി തരാമെന്ന് മനസ്സിലായില്ല. അപ്പോൾ ഈ 2 കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ആ മേജർ സെക്ടേഴ്സ് അതൊന്ന് ശ്രദ്ധിക്കുക. നെക്സ്റ്റ്, കീ ഇനിഷ്യേറ്റീവ്സ്. ഡോക്യുമെൻ്റ് ഓൺ സോഷ്യൽ വെൽഫെയർ സ്കീംസ് ഇൻ കേരള. നമുക്ക് ഊഹിക്കാമല്ലോ, സോഷ്യൽ സർവീസസ് ഡിവിഷൻ ആയതുകൊണ്ട്. എക്സ്പേർട്ട് കമ്മിറ്റി ഓൺ ഹയർ എഡ്യൂക്കേഷൻ, സ്കൂൾ എഡ്യൂക്കേഷൻ, ഹെൽത്ത്. റിപ്പോർട്ട് ഓൺ ഓർഗനൈസേഷൻ റീസ്ട്രക്ചറിങ് ഓഫ് നോർക്ക റൂട്ട്സ്. സ്റ്റഡി ഓൺ സെൽഫ് ഫിനാൻസിങ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ സെൻറ്റർ ഗവൺമെൻറ് ഓഫ് കേരള. അപ്പോൾ എഡ്യൂക്കേഷനായിട്ട് ബന്ധപ്പെട്ട കുറേ കാര്യങ്ങളുണ്ട്, ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട്, ഡയസ്പോറ നമ്മുടെ മൈഗ്രൻ്റ് പോപ്പുലേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട്. ഓക്കെ, ഇപ്പോൾ ഇത്രയുമാണ് സോഷ്യൽ സർവീസസ് ഡിവിഷനിൽ വരുന്നത് എന്ന് ഓർമ്മിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് പഠിക്കേണ്ട ടോപ്പിക് കൊമേഴ്ഷ്യൽ പ്ലാനിംഗ് ആൻഡ് പോളിസീസ് ആണ്. അപ്പോൾ ഇതിൽ കേരളത്തിൻ്റെ ഇൻഡസ്ട്രിയൽ പോളിസി നമുക്ക് പഠിക്കാമെന്നാണ് വിചാരിക്കുന്നത്. കാരണം ഇന്ത്യക്ക് കുറച്ച് ഇൻഡസ്ട്രിയൽ പോളിസീസ് പല വർഷങ്ങളായിട്ട് വന്നിട്ടുണ്ട്. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണത്. ഇക്കണോമിക്സ് പഠിക്കുമ്പോൾ പലപ്പോഴും നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. അതുപോലെ നമ്മുടെ കേരളത്തിന് 2018 ഒരു ഇൻഡസ്ട്രിയൽ പോളിസി ലേറ്റസ്റ്റിന് തൊട്ട് മുമ്പ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ മാർച്ച് 30, 2023 പത്രത്തിലെ ഒരു കട്ടിങ്ങാണിത്. അതായത് നമ്മുടെ ഏറ്റവും പുതിയ ഇൻഡസ്ട്രിയൽ പോളിസി ക്യാബിനറ്റ് അംഗീകരിച്ചു എന്നൊരു വാർത്തയാണ്. അപ്പോൾ ഏറ്റവും പുതിയ ഇൻഡസ്ട്രിയൽ പോളിസിയുടെ ഡ്രാഫ്റ്റ് 2022 പബ്ലിഷ് ചെയ്തിരുന്നു. അതാണ് നമ്മുടെ 2023 ക്യാബിനറ്റ് അംഗീകരിച്ചത്. 2023 തൊട്ട് 2028 വരെയുള്ള 5 വർഷക്കാലത്തേക്കാണ് ഈ പദ്ധതി നടപ്പിലാകാൻ പോകുന്നത്. ഇതിൽ നമ്മൾ പല പില്ലേഴ്സ് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. 2018 2023 ഇൻഡസ്ട്രിയൽ പോളിസീസ് വായിക്കുമ്പോൾ പ്രകടമായിട്ട് നമ്മൾ വ്യത്യാസം മനസ്സിലാകാൻ സാധിക്കും. കാരണം ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ 4.0 നേരിടാനുള്ള ആ ഒരു മുന്നൊരുക്കം നമുക്കിതിൽ കാണാൻ സാധിക്കും. 2018 ഇൻഡസ്ട്രിയൽ പോളിസി വായിക്കുമ്പോൾ കുറച്ചുകൂടെ നമ്മൾ ട്രഡീഷണൽ സെക്ടേഴ്സിലൊക്കെയാണ് ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് ഈ പത്ര കട്ടിങ്ങിൽ പറയുന്നത് ആ ബോക്സിൽ പറയുന്ന കാര്യം നമുക്ക് നോക്കാം. നെക്സ്റ്റ് ഫിനാൻഷ്യൽ ഇയർ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു 2022 തൊട്ട് 2023 വരെയുള്ള ഫിനാൻഷ്യൽ ഇയർ നമ്മൾ ഇയർ ഓഫ് എൻ്റർപ്രണർഷിപ്പിനായിട്ടാണ് ആചരിച്ചതെന്ന്. 1 ലക്ഷം എൻ്റർപ്രൈസസ് ഒക്കെ നമ്മൾ ആരംഭിച്ചു എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഈ വരുന്ന 2023 ഏപ്രിൽ 1 തൊട്ടുള്ള ഫിനാൻഷ്യൽ ഇയറിനെ നമ്മൾ ഇയർ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ആയിട്ടാണ് ആചരിക്കാൻ പോകുന്നത്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. 1 വേർഡിന് ചോദിക്കാം, അതുപോലെ തന്നെ സ്റ്റേറ്റ്മെൻറ്റിലും ചോദിക്കാം. ഈ കഴിഞ്ഞ വർഷത്തെയും ഈ വർഷത്തെയും ആ ഇയേഴ്സിൻ്റെ തീം തമ്മിൽ മാറ്റിത്തരാം സ്റ്റേറ്റ്മെൻറ്റിൽ. ഓക്കെ, ഈ ന്യൂസിൽ പറയുന്ന ഒട്ടുമിക്ക കാര്യങ്ങളും നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇൻഡസ്ട്രിയൽ പോളിസിയുടെ ഭാഗമായിട്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കും. അപ്പോൾ ആദ്യമായിട്ട് ഇൻഡസ്ട്രിയൽ പോളിസി 2022 ഒബ്ജക്റ്റീവ്സ് നമുക്ക് നോക്കാം. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ 4.0 റെഡി ഇൻഡസ്ട്രിയൽ എക്കോസിസ്റ്റം ബൈ 2028 അത് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് പ്രധാന ലക്ഷ്യം. ഫോർ ജനറേറ്റിംഗ് റെസ്പോൺസിബിൾ ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് ഫോസ്റ്ററിംഗ് ഇന്നോവേഷൻ അക്രോസ് സെക്ടേഴ്സ്. നെക്സ്റ്റ്, ബിൽഡ് എ റോബസ്റ്റ് ഓൺടർപ്രണറിയൽ എക്കോസിസ്റ്റം ഇൻ ദ സ്റ്റേറ്റ്. പിന്നെ സ്റ്റാർട്ടപ്പ് ഡെസ്റ്റിനേഷൻ, ഇന്ത്യയിലെ തന്നെ നല്ലൊരു സ്റ്റാർട്ടപ്പ് ഡെസ്റ്റിനേഷനാക്കി കേരളത്തിനെ മാറ്റുക. പിന്നെ ടു നർച്ചർ ഓൺടർപ്രണറിയൽ ടാലൻറ്റ് ഓഫ് അൺഎംപ്ലോയിഡ് എഡ്യൂക്കേറ്റഡ് യൂത്ത് ആൻഡ് വിമൻ. അപ്പോൾ ഇവരുടെ യൂത്തിൻ്റെയും വിമണിൻ്റെയും ഓൺടർപ്രണറിയൽ ടാലൻറ്റ് നമ്മുടെ കേരളത്തിൻ്റെ വികസനത്തിനായി യൂസ് ചെയ്യുക. ഇറ്റ്സ് ക്രിയേറ്റ് ഇന്നോവേഷൻ ഇൻഫ്രാസ്ട്രക്ചർ ടു cater the futuristic industries. ഇന്നവേഷന് വേണ്ടിയുള്ള ഇൻഫ്രാസ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യുക, പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് അട്രാക്റ്റ് ചെയ്യുക, ലോജിസ്റ്റിക്സ് ഇൻഫ്രാസ്ട്രക്ചർ സ്ട്രെങ്തൻ ചെയ്യുക, അതുപോലെ ട്രഡീഷണൽ ഇൻഡസ്ട്രീസിനെ അപ്ഗ്രേഡ് ചെയ്യുക എന്നുള്ള ലക്ഷ്യമുണ്ട്. പിന്നെ കൊമേഴ്സ് പ്ലാറ്റ്ഫോമിന് ഈസി ആയിട്ടൊരു ആക്സസ് എത്തിക്കുക. കാരണം MSME സെക്ടേഴ്സും ചെറിയ രീതിയിലൊക്കെ ബിസിനസ് നടത്തുന്നവർക്ക് പലപ്പോഴും കമ്പ്യൂട്ടർ റിലേറ്റഡ് ആയിട്ടുള്ള സാക്ഷരത ഉണ്ടാകണം എന്നില്ല. അല്ലെങ്കിൽ കൊമേഴ്സ് പ്ലാറ്റ്ഫോമിലൊക്കെ എങ്ങനെയാണ് നമ്മുടെ പ്രോഡക്റ്റ്സ് സെയിൽ ചെയ്യേണ്ടതെന്നൊരു അറിവുണ്ടായിരിക്കില്ല. അപ്പോൾ അതിൽ ഈസി ആയിട്ടൊരു ആക്സസ് കൊടുക്കുക. ദെൻ ഇൻഡസ്ട്രി റെഡി സ്കിൽ സെറ്റ്സ് ഉണ്ടാക്കുക. അപ്പോൾ നമുക്ക് എപ്പോഴും പറയുന്നൊരു ഇഷ്യൂ ആണ്, കേരളത്തിൽ ഒത്തിരി ആളുകൾ പഠിച്ചിട്ട് അൺഎംപ്ലോയിഡ് ആയിട്ടിരിക്കുകയാണ്. കാരണം അവർക്ക് ഇൻഡസ്ട്രിക്ക് വേണ്ടിയിട്ടുള്ള സ്കിൽ സെറ്റ്സ് ഇല്ല. ഇൻഡസ്ട്രി അക്കാഡമി ഒരു ലിങ്കേജ് ഇല്ല. പഠിച്ചിറങ്ങുന്നവരെ വീണ്ടും ഒരു ജോലിക്ക് അവരെ പ്രാപ്തരാക്കാൻ 1 വർഷത്തെയെങ്കിലും മിനിമം ട്രെയിനിങ്ങിലൂടെ അവർ അണ്ടർഗോ ചെയ്താൽ മാത്രമേ അവരെ അതിന് കേപ്പബിളായിട്ട് മാറ്റാൻ പറ്റുള്ളൂ എന്നൊക്കെ പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഇഷ്യൂ പരിഹരിക്കുക. പിന്നെ ഫണ്ടിങ്ങിന് വേണ്ടിയിട്ടുള്ള ആക്സസ് കൊടുക്കുക, ലാർജ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റിനെ അട്രാക്റ്റ് ചെയ്യുക,
പിന്നെ ഒരു കേരളത്തിനെ ഒരു ബ്രാൻഡാക്കി മാറ്റുക. ഇപ്പം നമ്മൾ പണ്ടൊക്കെ നമ്മൾ ഓരോ പ്രോഡക്റ്റ്സ് നോക്കും മെയ്ഡ് ഇൻ ചൈന എന്ന് നമ്മൾ കാണും. ഇപ്പം നമ്മൾ ഇന്ത്യക്ക് ഒരു ഫ്ലാഗ്ഷിപ്പ് പ്രോജക്റ്റ് നമ്മൾ കൊണ്ടുവന്നു മേക്ക് ഇൻ ഇന്ത്യ പ്രോജക്റ്റ്. അതുപോലെ മെയ്ഡ് ഇൻ കേരള എന്ന് പറയുന്ന ഒരു പ്രോജക്റ്റ് അതിനുവേണ്ടി ഇതിനുള്ളിൽ വിഭാവനം ചെയ്യുന്നുണ്ട്. പിന്നെ ടു പ്രൊമോട്ട് ദ മാനുഫാക്ചറിങ് ക്യാപ്പബിലിറ്റീസ് ഓഫ് കേരള ആൻഡ് ഇറ്റ്സ് വേൾഡ് ക്ലാസ് ക്വാളിറ്റി പ്രോഡക്റ്റ് സർവീസസ് ആൻഡ് സ്കിൽഡ് മാൻ പവർ. ഇപ്പോൾ കേരളത്തിൻ്റെ മാനുഫാക്ചറിങ് കേപ്പബിലിറ്റീസ് കൂട്ടുക. ടു ബിൽഡ് എ ഗ്ലോബൽ ലിങ്കേജസ് ടു ഫോസ്റ്റർ foreign investment and exports. Next, to enable access to foreign markets for increased trade volumes. To encourage business to adopt best ESG practices. ESG practices എന്ന് പറഞ്ഞാൽ ഇടയ്ക്ക് ഒരു ന്യൂസ് പേപ്പറിലൊക്കെ വന്നിട്ടുള്ളതാണ് ESG ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോത്സാഹിപ്പിക്കുക. അപ്പോൾ എന്താണ് ESG ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് നോക്കാം. എൻവയറൺമെൻറ്റൽ സോഷ്യൽ ആൻഡ് ഗവേണൻസ് ഇൻവെസ്റ്റിംഗ് ആണ്. ഒരു പർട്ടിക്കുലർ കമ്പനിയുടെയൊക്കെ സ്റ്റാൻഡേർഡ് നിശ്ചയിക്കാനുള്ള എത്രത്തോളം എൻവയറൺമെൻ്റലി സോഷ്യലി അല്ലെങ്കിൽ ഗവേണൻസിൽ റെസ്പോൺസിബിളായിട്ട് കമ്പനി അല്ലെങ്കിൽ ഇൻവെസ്റ്റേഴ്സ് ഇൻവെസ്റ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഇതുമായിട്ടൊക്കെ താതാത്മ്യം പ്രാപിക്കുന്ന റെസ്പോൺസിബിളായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റിനാണ് ESG ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ടു എനേബിൾ സെക്ടറൽ പാർട്ണർഷിപ്പ് ബിറ്റ്വീൻ ഗവൺമെൻറ് ആൻഡ് ഇൻഡസ്ട്രി ടു ഇൻക്രീസ് സെക്ടർ ലെഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ടു ദ സ്റ്റേറ്റ്. നെക്സ്റ്റ്, ടു ക്രിയേറ്റ് സെക്ടർ ഫോക്കസ്ഡ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ക്ലസ്റ്റേഴ്സ്. To foster responsible investment and promote sustainable industries. To enhance R&D capabilities and linkages in new and emerging sectors of industry and economy. പലപ്പോഴും കേട്ടിട്ടുണ്ട്, അതായത് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നായാലും പ്രൈവറ്റിൻ്റെ ഭാഗത്തായാലും റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റിന് വേണ്ടി അലോക്കേറ്റ് ചെയ്യുന്ന തുകയൊക്കെ വളരെ കുറവാണ്. അപ്പോൾ നമുക്ക് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഉണ്ടെങ്കിലേ ഇപ്പോൾ ഇൻഡസ്ട്രി ആയാലും അഗ്രികൾച്ചർ ആയാലും ഏത് സെക്ടറിലായാലും ഡെവലപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് ഇതിനു വേണ്ടി ഇപ്പോൾ ഈ ഇത്രയും കുറേ ഒബ്ജക്റ്റീവ്സ് നമ്മൾ പറഞ്ഞു. ഇതിനെയൊക്കെ കൂട്ടിച്ചേർത്തുകൊണ്ട് 7 പില്ലേഴ്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ 7 പില്ലേഴ്സിലാണ് ഈ പോളിസി അവർ ബിൽറ്റ് അപ്പ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം ഓരോന്നായിട്ട്. ഫോസ്റ്ററിങ് ഓൺട്രപ്രണർഷിപ്പ്, enabling infrastructure, being high-tech, building futuristic skill set for employment, supportive business environment, enhancing Kerala brand equity, ബിൽഡിംഗ് സെക്ടറൽ ഇക്കോസിസ്റ്റം. അപ്പോൾ ഇതിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ തീരെ ഡീപ്പായിട്ടൊക്കെ പഠിച്ചില്ലെങ്കിലും പോളിസിയുടെ 7 പില്ലറിൽ ഏതൊക്കെയാണെന്ന് ചോദിക്കാം. പലപ്പോഴും നമ്മൾ ഇന്ത്യൻ ബജറ്റ് പഠിക്കുമ്പോൾ അല്ലെങ്കിൽ ഇന്ത്യൻ ഇക്കണോമിക് സർവേ ഒക്കെ പഠിക്കുമ്പോൾ പല തീമുകൾ ആയിട്ടായിരിക്കും അതിനെ മൊത്തത്തിൽ ബിൽഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ തീമുകൾ ഏതൊക്കെയെന്ന് പഠിക്കണം എന്ന് പലപ്പോഴും പറയാറുണ്ട്. അതുപോലെ നമുക്ക് നമ്മുടെ ഇൻഡസ്ട്രിയൽ പോളിസിയുടെ പില്ലേഴ്സ് നമുക്ക് പഠിക്കാം. അപ്പോൾ വളരെ റീസെൻ്റായിട്ട് വന്നതുകൊണ്ട് ചിലപ്പോൾ മെയിൻസിൻ്റെ സിലബസുമായിട്ട് വളരെ അടുത്ത് നിൽക്കുന്നത് കൊണ്ട് ചോദിക്കാം. അതുകൊണ്ട് പില്ലേഴ്സിൻ്റെ പേരുകൾ കൃത്യമായിട്ട് പഠിക്കുക. 7 എണ്ണമാണുള്ളതെന്ന് അറിഞ്ഞിരിക്കുക. ഫസ്റ്റ്, ഫോസ്റ്ററിങ് ഓൺട്രപ്രണർഷിപ്പ്. ഇപ്പോൾ ഫോസ്റ്ററിങ് ഓൺട്രപ്രണർഷിപ്പിൽ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിൽ ആദ്യം പറയുന്ന പോയിന്റ് ഓൺട്രപ്രണർ സപ്പോർട്ട് സിസ്റ്റം കൊണ്ടുവരിക. അപ്പോൾ കേരളത്തിലൊരു ഓൺട്രപ്രണർ സപ്പോർട്ട് സിസ്റ്റം കൊണ്ടുവരാൻ വേണ്ടി നമുക്കറിയാം ലാസ്റ്റ് ഇയർ നമ്മൾ ഓൺട്രപ്രണർ ഇയർ ആയിട്ടാണ് ആചരിച്ചത്. ഇപ്പോൾ MSME സെക്ടറിൽ 1 ലക്ഷത്തോളം എൻ്റർപ്രൈസസ് പുതുതായിട്ട് കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു ഒരു ലക്ഷ്യം. അതുപോലെ മെൻറ്റർഷിപ്പ് പ്രോഗ്രാംസ് കൊണ്ടുവരിക. നമുക്കറിയാം പലപ്പോഴും എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യണം, ഏത് മേഖലയിലാണ് ഇൻവെസ്റ്റ് ചെയ്താൽ കുറേ റിട്ടേൺസ് കിട്ടാൻ സാധ്യതയുള്ളത് എന്നുള്ള എല്ലാം പൊട്ടൻഷ്യലുള്ള ആൾക്കാർക്ക് പോലും അറിയില്ലായിരിക്കും. അപ്പോൾ അവർക്കൊരു മെൻറ്റർഷിപ്പ് കൊടുക്കുക എന്നുള്ളത് കേരള ഗവൺമെൻറ് ഇതുവഴി വിഭാവനം ചെയ്യുന്നുണ്ട്. പിന്നെ ഓൺട്രപ്രണർഷിപ്പ് ക്ലബ്സ്, അത് കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഓൺട്രപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ് KIED എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ കീഴിൽ ഓൺട്രപ്രണർഷിപ്പ് ക്ലബ്സ് രൂപീകരിക്കണം. അതായത് പലപ്പോഴും ആ ക്ലബ്സിൽ പ്രഗത്ഭരായിട്ടുള്ള ഏതെങ്കിലും വ്യക്തികളുണ്ടെങ്കിൽ ഇപ്പോൾ പുതുതായിട്ട് എത്തിച്ചേരുന്ന ഓൺട്രപ്രണേഴ്സിനൊക്കെ ഒത്തിരി ഷെയർ ചെയ്യാൻ പറ്റും ഇൻഫർമേഷൻ. നെക്സ്റ്റ്, ഓൺട്രപ്രണർഷിപ്പ് ഫണ്ടിങ് സപ്പോർട്ട്. ഓൺട്രപ്രണേഴ്സിനെ നമ്മൾ മെൻറ്റർഷിപ്പ് ഒക്കെ കൊടുത്ത് അവരെ ഇതിലോട്ട് കൊണ്ടുവരിക മാത്രമല്ല, രണ്ടാമത് ഫണ്ടിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണല്ലോ. അപ്പോൾ ഫണ്ടിങ്ങിന് വേണ്ടി എന്തൊക്കെയാണ്? ഓൺട്രപ്രണർഷിപ്പ് സപ്പോർട്ട് സ്കീം എന്ന് പറയുന്ന ഒരു സ്കീം നമുക്കുണ്ട്. നെക്സ്റ്റ്, KSIDCയുടെ തന്നെ സീഡ് ഫണ്ടിങ് പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ നോൺ IT സ്റ്റാർട്ടപ്സിനാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക, എല്ലാ സ്റ്റാർട്ടപ്സിനും ഇല്ല, നോൺ IT സ്റ്റാർട്ടപ്സിന് കൊടുക്കുന്നതാണ്. പിന്നെ ഒരു ഡെഡിക്കേറ്റഡ് MSME ഇക്വിറ്റി ഫണ്ട് എന്ന് പറഞ്ഞൊരു ഫണ്ടുണ്ട്. നെക്സ്റ്റ്, വെഞ്ചർ ക്യാപിറ്റൽ ഫണ്ട്. അപ്പോൾ ഈ വെഞ്ചർ ക്യാപിറ്റൽ ഫണ്ട് 4 ഓർഗനൈസേഷൻസ് അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ചേർന്നാണ് സ്ഥാപിച്ചിട്ടുള്ളത്. അപ്പോൾ അത് ആരൊക്കെ നോക്കാം? കേരള ബാങ്ക്, KSIDC, KFC, KSFE. അപ്പോൾ ഈ 4 ഇൻസ്റ്റിറ്റ്യൂഷൻസും ചേർന്നിട്ടാണ് ഓൺട്രപ്രണേഴ്സിന് വേണ്ടിയുള്ള വെഞ്ചർ ക്യാപിറ്റൽ ഫണ്ട് രൂപീകരിച്ചിട്ടുള്ളത്. പിന്നെ KSIDC ഇന്നൊവേഷൻ ആക്സിലറേഷൻ സ്കീം എന്നൊരു സ്കീമുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം നിങ്ങളുടെ നോട്ടിൽ ഇൻക്ലൂഡ് ചെയ്യാം. PPTയിൽ ഇത്രയും മാത്രം പോയിന്റ്സ് ഇൻക്ലൂഡ് ചെയ്യുന്നതിന് പരിമിതികളുണ്ട്. അപ്പോൾ നെക്സ്റ്റ് പോയിന്റ്, മൂന്നാമത്തെ പോയിന്റ് എന്താണ്? ഇൻഡസ്ട്രി അക്കാഡമി റിസർച്ച്. ഫോസ്റ്ററിങ് ഓൺട്രപ്രണർഷിപ്പിലെ മൂന്നാമത്തെ പോയിന്റ് ഇൻഡസ്ട്രി അക്കാഡമി റിസർച്ച്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ
പാഠ്യപദ്ധതിയും പഠിച്ചിറങ്ങുന്നവർക്ക് ആവശ്യമായിട്ടുള്ള ജോലിയിലത്തേക്ക് ആവശ്യമായിട്ടുള്ള സ്കിൽസും തമ്മിലൊരു ലിങ്കേജ് കൊണ്ടുവരാൻ വേണ്ടി എന്താ ചെയ്യുക, ആ ഇൻഡസ്ട്രി അത് പ്രൊമോട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഇൻഡസ്ട്രിക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ അക്കാഡമിയ റിസർച്ചിലൂടെ പ്രോത്സാഹിപ്പിക്കുക. ഇതെല്ലാം ഇതിനകത്ത് വരുന്നുണ്ട്. നെക്സ്റ്റ്, സെക്ടർ ഫോക്കസ്ഡ് ഫാബ് ലാബ്സ് ഫോർ അറ്റ് ഇൻഡസ്ട്രിയൽ പാർക്ക്. ഇൻഡസ്ട്രിയൽ പാർക്സിൽ എന്ന് പറയുമ്പോൾ ഒരുപാട് ഏരിയ കാണും. ചിലപ്പോൾ അതിൽ ഇൻക്യുബേറ്റേഴ്സായിട്ട് ആക്ട് ചെയ്യുന്ന ചെറിയ ഓഫീസ് സെറ്റപ്സ് അങ്ങനത്തെ കാര്യങ്ങൾ കാണും. അതുപോലെ തന്നെ നമുക്കൊരു ഡിസൈൻ ഉണ്ട്, നമ്മളൊരു ഇന്നോവേഷൻ കൊണ്ടുവന്നു, അതിന് പരീക്ഷിച്ച് നോക്കാനുള്ള ഫാബ്രിക്കേറ്റഡ് ലാബ്സ്, സെക്ടർ ഫോക്കസ്ഡ് ആയിട്ടുള്ള ഫാബ്രിക്കേറ്റഡ് ലാബ്സ് ഇൻഡസ്ട്രിയൽ പാർക്സിൽ ഉണ്ടായിരിക്കും. നെക്സ്റ്റ് പില്ലർ, എനേബിളിംഗ് ഇൻഫ്രാസ്ട്രക്ചർ. ഇപ്പോൾ ഓണ്ടർപ്രണർഷിപ്പിനുള്ള ഫണ്ടിങ് ഒക്കെ കാര്യങ്ങളൊക്കെ ആയി ഓണ്ടർപ്രണർഷിപ്പ് ആ ഒരു പൊട്ടൻഷ്യലുള്ള ആൾക്കാർ മുമ്പോട്ട് വന്നു. ഇനി അവർക്ക് ഇൻഫ്രാസ്ട്രക്ചർ വേണ്ടേ? അപ്പോൾ അതിനാദ്യമായിട്ട് ഇൻഡസ്ട്രി കംപ്ലൈൻറ്റ് ലാൻഡ് ബാങ്ക്. ആദ്യമായിട്ട് നമുക്ക് ലാൻഡ് തന്നെയാണ് ആവശ്യം അല്ലേ? പക്ഷേ പലർക്കും സ്യൂട്ടബിൾ ആയിട്ടുള്ള ലാൻഡ് പ്രദേശങ്ങളിൽ, അവർ ഇൻഡസ്ട്രി തുടങ്ങാൻ ആവശ്യമായിട്ടുള്ള പ്രദേശങ്ങളിൽ ലാൻഡ് കിട്ടണമെന്നില്ല. കിട്ടിയാൽ തന്നെ അവർക്ക് ആവശ്യമായിട്ടുള്ള അളവിനുള്ള ലാൻഡ് കിട്ടണമെന്നില്ല. അപ്പോൾ ഇതിനൊക്കെ പരിഹരിക്കാൻ വേണ്ടി ഡെഡിക്കേറ്റഡ് ഇൻഫ്രാസ്ട്രക്ചർ ലാൻഡ് ബാങ്ക് കൊണ്ടുവരാൻ വേണ്ടി കേരള ഗവൺമെൻറ് തീരുമാനിച്ചിട്ടുണ്ട്. ദെൻ ഇൻഫ്രാസ്ട്രക്ചർ അപ്ഗ്രഡേഷൻ ഫണ്ട് കൊണ്ടുവരാൻ തീരുമാനിച്ചിട്ടുണ്ട്. നെക്സ്റ്റ്, ക്ലസ്റ്റേഴ്സ് ഓഫ് എക്സലൻസ്. ഉദാഹരണം, ഇതിനുള്ളിൽ പരാമർശിക്കുന്ന ഒരു കാര്യം വൺ ഡിസ്ട്രിക്റ്റ് വൺ പ്രോഡക്റ്റ് സ്കീമാണ്. അതായത് അത് ഒരു പർട്ടിക്കുലർ ഏരിയ, ഒരു ക്ലസ്റ്ററിനെ ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റിൻ്റെ അല്ലെങ്കിൽ ഒരു ക്രോപ്പിൻ്റെ ഒക്കെ ഡെവലപ്മെൻറ്റിന് വേണ്ടി ക്ലസ്റ്റേഴ്സായിട്ട് രൂപീകരിക്കുക. ഉദാഹരണം, ഇപ്പോൾ ട്രിവാൻഡ്രം ഡിസ്ട്രിക്റ്റ് എടുക്കുകയാണെങ്കിൽ ടപ്പിയോക്കയാണ് വൺ ഡിസ്ട്രിക്റ്റ് വൺ പ്രോഡക്റ്റിൻ്റെ കീഴിൽ ഡെവലപ്പ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പം ഇടുക്കിയാണെങ്കിൽ സ്പൈസസ്, എറണാകുളം ആണെങ്കിൽ പൈനാപ്പിൾ, നമുക്കറിയാം വാഴക്കുളം പൈനാപ്പിൾ ഫേമസ് ആണ്. അപ്പോൾ ഓരോ പർട്ടിക്കുലർ ഏരിയ ക്ലസ്റ്റേഴ്സായിട്ട് ഡിവൈഡ് ചെയ്ത് അതിനെ സെൻറ്റേഴ്സ് ഓഫ് എക്സലൻസ് ആക്കി മാറ്റുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ്, സെക്ടർ ഫോക്കസ്ഡ് ഇൻഡസ്ട്രിയൽ പാർക്ക്. നമുക്ക് ഗ്രാഫീൻ പാർക്ക് കേരളത്തിൽ വന്നു നമ്മൾ കേട്ടു. നെക്സ്റ്റ്, പെട്രോ കെമിക്കൽ പാർക്സ് ഉണ്ട്, ലൈഫ് സയൻസ് പാർക്ക് വരാൻ പോകുന്നു. അപ്പോൾ ഇങ്ങനെ ഓരോ സെക്ടറിനും സ്പെസിഫിക് ആയിട്ട്, അപ്പോൾ നമുക്ക് ഇൻഡസ്ട്രിയൽ പാർക്ക് എന്ന് പറയുമ്പോൾ ഒരു വലിയ ഏരിയയിൽ പല പല ഇൻഡസ്ട്രീസ് അതിനകത്ത് കാണാം. പക്ഷേ ഇതങ്ങനെയല്ല, ഓരോ സെക്ടറിന് സ്പെസിഫിക് ആയിട്ടുള്ള ഇൻഡസ്ട്രിയൽ പാർക്ക് നമ്മൾ വിഭാവനം ചെയ്യുന്നു. അടുത്തതായി ഡെഡിക്കേറ്റഡ് ഇൻഡസ്ട്രിയൽ കോറിഡോർ ഡെവലപ്മെൻറ്റ്. ഇപ്പോൾ നമുക്ക് കൊച്ചി ബാംഗ്ലൂരു ഇൻഡസ്ട്രിയൽ കോറിഡോർ നമ്മുടെ ഒരു ഡ്രീം പ്രോജക്റ്റാണ്. അപ്പോൾ KBIC, കൊച്ചി ബാംഗ്ലൂരു ഇൻഡസ്ട്രിയൽ കോറിഡോർ. നെക്സ്റ്റ്, ഇൻഡസ്ട്രിയൽ ടൗൺഷിപ്പ് ആൻഡ് ഇൻഡസ്ട്രിയൽ സ്മാർട്ട് സിറ്റി. ഇപ്പോൾ ഒരുപാട് ഇൻവെസ്റ്റേഴ്സിനെ ഇതിൽ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ളൊരു പദ്ധതിയാണ്. ഇപ്പോൾ ഗ്ലോബൽ ഇൻഡസ്ട്രിയൽ ഫിനാൻസിനെ അട്രാക്റ്റ് ചെയ്യും, അതുപോലെ ട്രേഡിനെ. അപ്പോൾ നമ്മൾ എറണാകുളത്തൊരു ഗ്ലോബൽ ഇൻഡസ്ട്രിയൽ ഫിനാൻസ് ആൻഡ് ട്രേഡ് സിറ്റി, ഗിഫ്റ്റ് സിറ്റി സ്ഥാപിക്കണം. ഇപ്പോൾ ഗുജറാത്തിലുണ്ട് ഒരു ഗിഫ്റ്റ് സിറ്റി, നമ്മൾ എറണാകുളത്ത് സ്ഥാപിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നുണ്ട്. അതുപോലെ ഒരു സ്മാർട്ട് ഇൻഡസ്ട്രിയൽ കോറിഡോർ നമ്മൾ കൊച്ചി തിരുവനന്തപുരത്തിനെ കണക്ട് ചെയ്ത് കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട് ഇതിൻ്റെ കീഴിൽ. ഓക്കെ. നെക്സ്റ്റ്, യൂണിഫൈഡ് ലാൻഡ് അലോട്ട്മെൻറ്റ് മാനേജ്മെൻറ്റ് ആൻഡ് ഗവേണൻസ് റെഗുലേഷൻ. ഇപ്പോൾ ഇതിൻ്റെ കീഴിൽ ഉദ്ദേശിക്കുന്നത് സിമ്പിളായിട്ട് ട്രാൻസ്പെറൻ്റ് ആയിട്ട് ഇൻവെസ്റ്റേഴ്സിന് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ലാൻഡ് അലോക്കേഷൻ നടത്തുക എന്നുള്ളതാണ് ഇവിടെ ലക്ഷ്യം വയ്ക്കുന്നത്. ദെൻ ഇൻഫ്രാസ്ട്രക്ചർ സപ്പോർട്ട് ഫോർ സ്കെയിൽ അപ്സ്. ഇപ്പോൾ ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ബിൽറ്റപ്പ് ചെയ്ത സ്പേസസ്, ബഡ്ഡിംഗ് ആയിട്ടുള്ള എൻ്റർപ്രൈസസിനൊക്കെ അവർ വന്നാലൊരു ഓഫീസ് പോലെ തന്നെ അവർക്ക് ഫെസിലിറ്റി കൊടുക്കാൻ, അവർ കുറച്ച് വളർന്നു കഴിയുമ്പോൾ അവർക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് മാറിപ്പോകത്തക്ക രീതിയിലുള്ള സ്പേസസ് അവർക്ക് കൊടുക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. ദെൻ ലോജിസ്റ്റിക്സ് ഇൻഫ്രാസ്ട്രക്ചർ. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു സ്റ്റേറ്റ് ആക്ഷൻ പ്ലാൻ ഫോർ ലോജിസ്റ്റിക്സ് സെക്ടർ നമ്മളൊരു സ്കീം കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ KSIDCയുടെ കീഴിൽ ലോജിസ്റ്റിക്സ് സെൽസ് രൂപീകരിക്കാൻ വേണ്ടി നമ്മൾ തീരുമാനിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഓൾ ഇന്ത്യ തലത്തിൽ മിനിസ്റ്റർ ഓഫ് കൊമേഴ്സ് ഒരു ലീഡ്സ് ഇൻഡെക്സ് എന്ന് പറഞ്ഞൊരു ഇൻഡെക്സ് തുടക്ക സമയത്ത് ഗുജറാത്തൊക്കെ ടോപ്പായിടുന്ന ഇൻഡെക്സാണ് ലോജിസ്റ്റിക്സ് ഈസ് അക്രോസ് ഡിഫറെൻറ്റ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഇൻഡെക്സാണ്. അത് 2022 മഹാരാഷ്ട്രയാണ് ടോപ്പായിട്ടുള്ളത് ഈ ഒരു ഇൻഡെക്സിൽ. കേരളത്തിൻ്റെ ഒരു റാങ്കിങ് എന്ന് പറയുന്നത്, അതിൻ്റെ മാർക്ക് എന്ന് പറയുന്നത് 80%-നും 90%-നും ഇടയ്ക്കാണ് നമ്മുടെ സ്കോറ്. അപ്പോൾ ഇതിൽ ഉദ്ദേശിക്കുന്നത് ലോജിസ്റ്റിക്സ് സെക്ടറിൽ എന്തൊക്കെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്? പോർട്ട്, എയർ കാർഗോ ഫെസിലിറ്റി, സ്റ്റോറേജിനുള്ള ഫെസിലിറ്റി, കണ്ടെയ്നർ ഡിപ്പോസ്, കോൾഡ് സ്റ്റോറേജ് ഫെസിലിറ്റി, റെയിലും റോഡും തമ്മിലുള്ള കണക്ടിവിറ്റി, ഇൻലാൻഡ് വാട്ടർ വേസ് തമ്മിലുള്ള കണക്ടിവിറ്റി. അപ്പോൾ ഇതെല്ലാമാണ് നമ്മൾ ഈ ലോജിസ്റ്റിക്സ് സെക്ടറിനുള്ളിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് പില്ലർ എന്ന് പറഞ്ഞാൽ ബീങ് ഹൈടെക്. ഇപ്പോൾ സാധാരണ പോലെ നമ്മൾ പണ്ടത്തെ പോലെ ട്രഡീഷണൽ ഇൻഡസ്ട്രി സെറ്റപ്പ് ചെയ്ത് ആ ഒരു ലൈനിൽ സെറ്റപ്പ് ചെയ്താൽ പോരാ. നമ്മൾ ഇൻഡസ്ട്രിയൽ 4.0-നെയാണ് മുന്നിൽ കാണുന്നത്. അപ്പോൾ എന്താണ്, ഹൈടെക് ആയിട്ടുള്ള ഇൻഡസ്ട്രീസ് വരെ നമുക്ക് വേണം. അപ്പോൾ അതിനുവേണ്ടി ആദ്യത്തെ പോയിന്റ് എന്താണ്, എനേബിൾമെൻറ്റ് ആൻഡ് ഡിജിറ്റലൈസേഷൻ ഓഫ് MSMEs. അപ്പോൾ എക്കോണമീസ് ഓഫ് സ്കെയിൽ വരാൻ വേണ്ടി, ഈ റിസോഴ്സസിൻ്റെ യൂസേജ് അനാവശ്യമായിട്ട് യൂസ് ചെയ്യുന്നത് കുറയ്ക്കാൻ വേണ്ടി, അല്ലെങ്കിൽ എനർജി എഫിഷ്യൻസി കൊണ്ടുവരാൻ വേണ്ടി, കോമ്പറ്റീറ്റീവ്നെസ് കൊണ്ടുവരാൻ വേണ്ടി എല്ലാം ഡിജിറ്റലൈസേഷൻ വളരെ വളരെ അത്യാവശ്യമാണ്.
അതുമാത്രമല്ല ഇതിന് വേണ്ടി നമ്മൾ ക്ലസ്റ്റർ അല്ലെങ്കിൽ റീജിയൻ ബേസ്ഡ് ആയിട്ടുള്ള സ്പെസിഫിക് ആയിട്ടുള്ള ടെക്നോളജി സെൻറ്റേഴ്സൊക്കെ കൊണ്ടുവരാൻ വേണ്ടി ഉദ്ദേശിക്കുന്നുണ്ട്. നെക്സ്റ്റ് ഇൻഡസ്ട്രി 4.0 ടെക്നോളജി ഇന്നൊവേഷൻ സോൺ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ഓക്കെ, അത് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ ലക്ഷ്യമിടുന്നുണ്ട്. ടെക്നോളജി ഇന്നൊവേഷൻ സോൺ ഡെവലപ്മെൻറ്റ്, അത് കാരണം എന്താണ്, അതുവഴി എന്ത് നമുക്ക് കിട്ടും, ഗ്ലോബൽ ഇന്നൊവേഷൻസ് ഇൻക്യുബേറ്റർ ഹബ്ബായിട്ട് ഇത് ആക്ട് ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് എനേബിളിംഗ് ആക്സസ് ടു ഇ കൊമേഴ്ഷ്യൽ പ്ലാറ്റ്ഫോം. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ MSME സെക്ടേഴ്സിനൊക്കെ പലപ്പോഴും ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമുമായിട്ട് വലിയ ഐഡിയ ഉണ്ടാവണമെന്നില്ല. അപ്പോൾ അവർക്ക് അതിനൊരു ആക്സസ് കൊടുക്കുക എന്നുള്ളതാണ്. നെക്സ്റ്റ് അടുത്ത പില്ലർ എന്ന് പറയുന്നത് ബിൽഡിംഗ് ഫ്യൂച്ചറിസ്റ്റിക് സ്കിൽ സെറ്റ് ഫോർ എംപ്ലോയ്മെൻറ്റ്. ആദ്യം ഒബ്ജക്റ്റീവ് പറഞ്ഞപ്പോൾ തന്നെ നമ്മൾ സൂചിപ്പിച്ചതാണ്, പലർക്കും സ്കില്ലില്ല, കഴിവുണ്ട് പക്ഷേ സ്കില്ല് അവരുടെ പാഠ്യപദ്ധതികൾ വഴി ലഭിക്കാത്തതാണ്. അപ്പോൾ ഒരു സ്കിൽഡാക്കി മാറ്റുക. അപ്പോൾ ഒരുപാട് അപ്പ് സ്കില്ലിംഗ് പ്രോഗ്രാം, റീസ്കില്ലിംഗ് പ്രോഗ്രാം ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ITI, പോളിടെക്നിക്സ്, എഞ്ചിനീയറിംഗ് കോളേജസിലൊക്കെ ഇവിടെയാണ് നടപ്പിലാക്കാൻ വേണ്ടി ലക്ഷ്യമിടുന്നത്. നെക്സ്റ്റ് ഇൻഡസ്ട്രി ട്രെയിനിങ് സെൻറ്റേഴ്സ് ഫോർ എക്സലൻസ്. അപ്പോൾ അതിന് ഇൻഡസ്ട്രി 4.0 സെൻറ്റർ ഓഫ് എക്സലൻസ് ഒരു PPP മോഡൽ തുടങ്ങാൻ വേണ്ടി ഉദ്ദേശിക്കുന്നുണ്ട്. പിന്നെ എംപ്ലോയീസിന് വേണ്ടി സ്കിൽ ട്രെയിനിങ് സെൻറ്റേഴ്സ് സ്ഥാപിക്കാൻ വേണ്ടി ലക്ഷ്യമിടുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് സപ്പോർട്ടീവ് ബിസിനസ് എൻവയറൺമെൻറ്റ്. ബിസിനസ് തുടങ്ങിക്കഴിഞ്ഞാൽ അവർക്കൊരു സപ്പോർട്ടീവായിട്ട് ആയുള്ള പോളിസീസും പ്രോഗ്രാംസും ഒക്കെ വേണം, അല്ലെ, ഒരു സപ്പോർട്ട് സിസ്റ്റം നമുക്ക് വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് സപ്പോർട്ടീവ് ബിസിനസ് എൻവയറൺമെൻറ്റ് എന്ന് പറയുന്ന പില്ലർ ലക്ഷ്യമിടുന്നത്. അപ്പോൾ അതിനുവേണ്ടി കോമ്പോസിറ്റ് ലൈസൻസ്, ഇപ്പോൾ പലപ്പോഴും ലൈസൻസുകൾ, പലതരത്തിലുള്ള ലൈസൻസുകൾക്ക് വേണ്ടി പല ഓഫീസുകളിൽ നമുക്ക് ഒരു ബിസിനസ്സിന് വേണ്ടി കയറി ഇറങ്ങേണ്ടി വരാറുണ്ട്. അപ്പോൾ അതിനൊക്കെ മാറ്റി വെച്ചുകൊണ്ട് ഒറ്റ പോർട്ടലിലൂടെ ഒറ്റയടിക്ക് തന്നെ പല ലൈസൻസ് ലഭിക്കുക എന്നുള്ളതാണ് ഈ കോമ്പോസിറ്റ് ലൈസൻസ് സ്കീം കൊണ്ട് ലക്ഷ്യമിടുന്നത്. ഇപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് ഫെസിലിറ്റേഷൻ ബ്യൂറോയിനെയാണ് ഇതിനു വേണ്ടി ചുമതലപ്പെടുത്തിയിരിക്കുന്നത്, മൾട്ടിപ്പിൾ ലൈസൻസസ് ഒറ്റ കുടക്കീഴിൽ കൊടുക്കുക എന്നതിന് വേണ്ടി. നെക്സ്റ്റ് ഗ്രീവൻസ് റിഡ്രസലിന് വേണ്ടി, അതിനൊരു വേണ്ടി ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡി ഉണ്ടാക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അതായത് കേരള ഇൻഡസ്ട്രിയൽ സിംഗിൾ വിൻഡോ ക്ലിയറൻസ് ബോർഡ്സ് ആൻഡ് ഇൻഡസ്ട്രിയൽ ടൗൺഷിപ്പ് ഏരിയ ഡെവലപ്മെൻറ്റ് ആക്ട് 1999 ആക്ടിനെ അമെൻഡ് ചെയ്തിട്ട് സ്റ്റേറ്റ് ഗ്രീവൻസ് റിഡ്രസൽ കമ്മിറ്റിയും ഡിസ്ട്രിക്ട് ഗ്രീവൻസ് റിഡ്രസൽ കമ്മിറ്റിയൊക്കെ ഇൻക്ലൂഡ് ചെയ്ത് ഗ്രീവൻസ് റിഡ്രസലിന് ഒരു സ്റ്റാറ്റ്യൂട്ടറി ഇൻസ്റ്റിറ്റ്യൂഷണൽ സെറ്റപ്പ് കൊണ്ടുവരിക എന്നുള്ളതാണ് ലക്ഷ്യം. നെക്സ്റ്റ് മിനിമൈസിങ് റെഗുലേറ്ററി കംപ്ലയിൻസ് ബർഡൻ. അപ്പോൾ മൂന്നാമത്തെ പോയിൻ്റാണ് സപ്പോർട്ടീവ് ബിസിനസ് എൻവയറൺമെൻറ്റിൽ മിനിമൈസിങ് റെഗുലേറ്ററി കംപ്ലയിൻസ് ബർഡൻ. അതായത് ഡിജിറ്റലൈസ് ചെയ്യുക റെഗുലേറ്ററി പ്രോസസ്സ്, കാരണം കോംപ്ലക്സിറ്റി കുറയ്ക്കുക, ടൈം ആ ഒരു കൺസ്യൂം ചെയ്യുന്നത് കുറയ്ക്കുക എന്നുള്ളതൊക്കെയാണ് ലക്ഷ്യം. നെക്സ്റ്റ് നമ്മുടെ ഈ ഒരു ബിസിനസ് എൻവയറൺമെൻറ്റിനെ പേപ്പർലെസ് ആക്കി മാറ്റുക, ട്രാൻസിഷൻ ടു പേപ്പർലെസ് പ്രോസസ്സ്. അപ്പോൾ നമ്മുടെ KSFT ഒരു പോർട്ടൽ തന്നെ ഇതിന് വേണ്ടിയിട്ടുള്ളതാണ്. ഓൺലൈനായിട്ട് ഏകജാലകത്തിലൂടെ എല്ലാ കാര്യങ്ങളും, ഈ പേപ്പറിൽ അപേക്ഷകളൊക്കെ കൊടുക്കുന്നതിനൊക്കെ പകരം അതിന് വേണ്ടിയുള്ള ലക്ഷ്യമാണ് KSFT. പിന്നെ ഡീസെൻട്രലൈസേഷൻ ഓഫ് പവേഴ്സ് എപ്പോഴും ഏറ്റവും ടോപ്പസ്റ്റിലാണ് പണ്ട് തൊട്ടേ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് വന്നിരുന്നത്. അപ്പോൾ അതിനെ ഡീസെൻട്രലൈസ് ചെയ്യുക, അതായത് സബോർഡിനേറ്റ് ഓഫീസേഴ്സ് ആയിട്ടുള്ള ഡിസ്ട്രിക്ട് ലെവൽ ഓഫീസേഴ്സിനൊക്കെ കുറച്ചുകൂടെ അധികാരം ഡിവൈഡ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. നെക്സ്റ്റ് സെൻട്രൽ റെപ്പോസിറ്ററി ഓഫ് ആക്ട്സ് ആൻഡ് റൂൾസൊക്കെ ഒരു റെപ്പോസിറ്ററി ആക്കി മാറ്റുക, അത്രയേ ഉള്ളൂ. നെക്സ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് കേരള ഹെൽപ്പ് ഡെസ്ക് 2.0 എന്നുള്ളതാണ്. അതായത് 24/7 എന്ത് സംശയങ്ങളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ഒരു ഹെൽപ്പ് ഡെസ്ക് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ലക്ഷ്യം. നെക്സ്റ്റ് പോയിന്റ് കണ്ടിന്യൂസ് സ്റ്റേക്ക് ഹോൾഡർ എൻഗേജ്മെൻറ്റ്സ്. വല്ലപ്പോഴും മാത്രമല്ല, റെഗുലറായിട്ട് ഇൻവെസ്റ്റേഴ്സുമായിട്ടുള്ള ഒരു മീറ്റപ്സ് ഉണ്ടായിരിക്കുക, കണ്ടിന്യൂസ് ആയിട്ട് ആ ഒരു കണക്ഷൻ ഉണ്ടായിരിക്കേണ്ടത് ആവശ്യമാണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇൻഡസ്ട്രി സ്റ്റാറ്റസ് ഫോർ സൺറൈസ് സെക്ടേഴ്സ്. അപ്പോൾ നമ്മൾ ഇടയ്ക്ക് കേരളമാണ് ഫസ്റ്റായിട്ട് ടൂറിസം സെക്ടറിനെയൊക്കെ ഒരു ഇൻഡസ്ട്രി ആയിട്ട് അംഗീകരിച്ച സംസ്ഥാനം. അപ്പോൾ അതുപോലെ തന്നെ പല സൺറൈസ് സെക്ടേഴ്സ് ഉണ്ട്, IT എനേബിൾഡ് ആയിട്ടുള്ള സെക്ടേഴ്സ്, റോബോട്ടിക്സ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് റിലേറ്റഡ് ആയിട്ട്. അപ്പോൾ ഇതിനെയെല്ലാം ഹൈടെക് ഫാമിംഗ്, ഇതിനെയെല്ലാം സെപ്പറേറ്റ് ആയിട്ട് എന്ത് ചെയ്യുക, ഒരു ഇൻഡസ്ട്രി സ്റ്റാറ്റസ് കൊടുക്കുക എന്നുള്ളത് ഒരു ലക്ഷ്യമാണ്. ദെൻ ഇൻവെസ്റ്റ്മെൻറ്റ് ഫോർവേഡ് ട്രെയിനിങ് ഇനിഷ്യേറ്റീവ്. അപ്പോൾ പല ട്രെയിനിങ് പ്രോഗ്രാംസ് ഡിസൈൻ ചെയ്യുക, ഡിസ്ട്രിക്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ഫെസിലിറ്റേഷൻ സെൻറ്റേഴ്സ് വഴി അത് നടപ്പിലാക്കുക എന്നുള്ള ലക്ഷ്യമാണ്. നെക്സ്റ്റ് റോബസ്റ്റ് ഇൻഡസ്ട്രി കോർഡിനേഷൻ ഗ്രൂപ്പ്സ്. അപ്പോൾ എന്തിനാണ്? ടു ക്രിയേറ്റ് ആൻ എൻ്റർപ്രൈസിംഗ് ബിസിനസ് എൻവയറൺമെൻറ്റ് ഇൻ എ സ്റ്റേറ്റ്. ഇറ്റ് ഈസ് എസെൻഷ്യൽ ടു പ്രൊമോട്ട് കൊളാബറേറ്റീവ് എഫേർട്സ് ഓഫ് ഓൾ ഡിപ്പാർട്ട്മെൻറ്റ്, എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും തമ്മിലുള്ള. ഇപ്പോൾ അഗ്രികൾച്ചർ ഹൈടെക് ഫാമിംഗ് ആണെങ്കിൽ അഗ്രികൾച്ചർ മിനിസ്ട്രിയും ഇൻഡസ്ട്രിയൽ മിനിസ്ട്രിയും തമ്മിലുള്ളൊരു കോർഡിനേഷൻ വേണം, അല്ലെങ്കിൽ IT റിലേറ്റഡ് ആയിട്ടുള്ള മിനിസ്ട്രി തമ്മിലൊരു കോർഡിനേഷൻ വേണം. അപ്പോൾ പല ഡിപ്പാർട്ട്മെൻറ്റ്സ് തമ്മിലുള്ളൊരു കോർഡിനേഷൻ ആവശ്യമാണ്.
ദെൻ ആക്സസ് ടു ഫിനാൻസ്. അപ്പോൾ ഫിനാൻസിന് വേണ്ടി ഒരുപാട് പദ്ധതികളുണ്ട്. ലോൺ കിട്ടാനുള്ള പദ്ധതികളുണ്ട് ഇൻഡസ്ട്രിയൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും അല്ലെങ്കിൽ സെൻട്രൽ സെക്ടർ സ്കീംസ് ഒക്കെ. നെക്സ്റ്റ് പില്ലർ എന്ന് പറയുന്നത് എൻഹാൻസിങ് കേരള ബ്രാൻഡ് ഇക്വിറ്റി എന്നുള്ളതാണ്. അപ്പോൾ ആദ്യത്തേതിൽ ബിൽഡിംഗ് ദ കേരള ബ്രാൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൊമോഷൻ. അപ്പോൾ മേക്ക് ഇൻ കേരള എന്ന് പറയുന്നൊരു ബ്രാൻഡ് കൊണ്ടുവരിക. അത് ഭയങ്കര ക്വാളിറ്റി ഉള്ളതായിരിക്കണം. ഒരു വോളണ്ടറി ആയിട്ട് ക്വാളിറ്റി സർട്ടിഫിക്കേഷൻ എടുക്കുന്ന ഒരു പ്രോഗ്രാം ആയിരിക്കും ആദ്യം നടപ്പിലാക്കാൻ പോകുന്നത്. പിന്നെ അതുപോലെ മെയ്ഡ് ഇൻ കേരള റിലേറ്റഡ് ആയിട്ടുള്ള എക്സിബിഷൻസ് കണ്ടക്ട് ചെയ്യുക. നെക്സ്റ്റ് എക്സ്പോർട്ട് പ്രൊമോട്ട് ചെയ്യുക. അതിനുവേണ്ടി ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ട് എക്സ്പോർട്ട് പോളിസി നമ്മൾ അതിനുവേണ്ടി ഫ്രെയിം ചെയ്യുന്നതായിരിക്കും. നെക്സ്റ്റ് സ്റ്റേറ്റ് ലെവൽ എക്സ്പോർട്ട് പ്രൊമോഷൻ കൗൺസിലിൻ്റെയും ഡിസ്ട്രിക്ട് ലെവൽ എക്സ്പോർട്ട് പ്രൊമോഷൻ കൗൺസിലിൻ്റെയും ഒക്കെ ആക്ടിവിറ്റീസ് കുറച്ചുകൂടെ സ്ട്രെങ്തൻ ചെയ്യുക എന്നുള്ളത് ഇതിൻ്റെ ലക്ഷ്യത്തിൻ്റെ ഒരു ഭാഗമാണ്. നെക്സ്റ്റ് സിംഗിൾ യൂണിഫൈഡ് പോർട്ടൽ ഫോർ ഇൻവെസ്റ്റേഴ്സ്. അപ്പോൾ അത് കൊണ്ടുവരും. എന്തിനാണ്? എല്ലാ ഇൻഫർമേഷനും, ആവശ്യമായിട്ടുള്ള എല്ലാ ഇൻഫർമേഷനും ഇൻവെസ്റ്റ്മെൻറ്റിനുമായിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയാണ് എന്ന് അറിയാൻ വേണ്ടി, അതെല്ലാം ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോസസ്സ് കുറച്ചുകൂടെ സ്ട്രീം ലൈൻ ചെയ്യാൻ വേണ്ടി എല്ലാം ഒരു സിംഗിൾ യൂണിഫൈഡ് പോർട്ടൽ ഫോർ ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ കൊണ്ടുവരും. ഓക്കെ. നെക്സ്റ്റ് ഹബ്ബ് ഫോർ ESG ഇൻവെസ്റ്റ്മെൻറ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞു എൻവയറൺമെൻറ്റൽ സോഷ്യൽ ഗവേണൻസിനെയൊക്കെ അതിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താൻ ഒരു പർട്ടിക്കുലർ ഹബ്ബ് കൊണ്ടുവരുന്നതായിരിക്കും. ഇനി അട്രാക്റ്റിംഗ് ഗ്ലോബൽ ടാലൻറ്റ്. അപ്പോൾ നമുക്കറിയാം ഒത്തിരി മലയാളികൾ പല വിദേശ രാജ്യങ്ങളിലെ കമ്പനീസിൻ്റെയൊക്കെ തലപ്പത്തുണ്ട്. അപ്പോൾ ആ ഒരു ഗ്ലോബൽ ടാലൻറ്റ്, ആ പൂളിനെ ഇങ്ങോട്ട് തന്നെ അട്രാക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ലക്ഷ്യം. നെക്സ്റ്റ് ക്രിയേറ്റിംഗ് സെക്ടറൽ ഇക്കോസിസ്റ്റം. സെക്ടർ ബേസ്ഡ് ഇൻഡസ്ട്രി മാസ്റ്റർ ഡേറ്റ ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ ഏതൊക്കെ സെക്ടറാണ് നിങ്ങൾക്ക് താഴെ പറയുമ്പോൾ മനസ്സിലാവും. ചാമ്പ്യൻ സെക്ടർ സബ് പോളിസി. നമ്മൾ അതിന് വേണ്ടി ഐഡൻറ്റിഫൈ ചെയ്തിട്ടുള്ള കുറേ സെക്ടേഴ്സ് ഉണ്ട്. അതിൽ ഏതൊക്കെ വരും എന്നുള്ളത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക. മുമ്പൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞതുപോലെ തന്നെ കേരളത്തിന് ഒരു ലാൻഡ് ട്രഞ്ച് ഉള്ളതുകൊണ്ട് നമുക്ക് കുറച്ചുകൂടെ ടെക്നോളജി ഓറിയൻറ്റഡ് ആയിട്ടുള്ള കുറച്ചുകൂടെ ഫുഡ് ലോസ് ഇൻഡസ്ട്രീസ് ഒക്കെയാണ് നമുക്ക് അനുയോജ്യമായിട്ടുള്ളത്. അപ്പോൾ അതേതൊക്കെയാണെന്ന് നോക്കാം. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ആയുർവേദ, ബയോടെക്നോളജി ആൻഡ് ലൈഫ് സയൻസ്, ഡിസൈൻ റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഡസ്ട്രീസ്, ESDM, അതായത് ഇലക്ട്രോണിക് സിസ്റ്റം ഡിസൈൻ ആൻഡ് മാനുഫാക്ചറിങ്. നെക്സ്റ്റ് ഇലക്ട്രോണിക് വെഹിക്കിൾസ്. ഈ വെഹിക്കിൾസിന് വേണ്ടിയിട്ട് നാഷണൽ ലെവലിൽ നല്ലൊരു പ്രോജക്റ്റ് ഫെയിം എന്ന പ്രോജക്റ്റ് നടപ്പിലാകുന്നുണ്ട്. പിന്നെ എഞ്ചിനീയറിംഗ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ്, ഫുഡ് ടെക്, ഗ്രഫീൻ, ഹൈടെക് ഫാമിംഗ്, ഹൈ വാല്യൂ ആഡഡ് റബ്ബർ പ്രോഡക്ട്സ്, ലോജിസ്റ്റിക്സ്, മാരിടൈം ക്ലസ്റ്റർ, മെഡിക്കൽ എക്യുപ്മെൻറ്റ്, നാനോ ടെക്നോളജി, റിന്യൂവബിൾ എനർജി, റീറ്റെയിൽ, റോബോട്ടിക്സ്, സ്പേസ് സെക്ടർ, ടൂറിസം ആൻഡ് ഹോസ്പിറ്റാലിറ്റി, 3D പ്രിൻറ്റിംഗ്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഒരു ഫ്യൂച്ചർ ഇൻഡസ്ട്രീസ് ആയിട്ട് ഈ പോളിസി ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. അപ്പോൾ ഇത് ചാമ്പ്യൻ സെക്ടേഴ്സ് എന്നാണ് ഇതിനെ വിളിക്കുന്നത്, അല്ലെങ്കിൽ സൺറൈസ് ഇൻഡസ്ട്രീസ് എന്നൊക്കെ വിളിക്കും. അപ്പോൾ ഇതിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടി എല്ലാം നമ്മൾ ലക്ഷ്യം വയ്ക്കുന്നുണ്ട് ഈ പോളിസിയിൽ. അപ്പോൾ ഈ പോളിസി റിലേറ്റഡ് ആയിട്ട് എപ്പോൾ വന്നു? 2023 നമ്മൾ അംഗീകരിച്ചു. ഈ ഡ്രാഫ്റ്റ് 2022 വന്നത്. 2028 വരെയുള്ള കാലയളവിലേക്കാണ് ഈ പോളിസി നടപ്പിലാക്കാൻ പോകുന്നത്. ഇതിനു മുമ്പ് നമുക്ക് 2018 ഒരു പോളിസി ഉണ്ടായിരുന്നത്. നെക്സ്റ്റ് ഫിനാൻഷ്യൽ ഇയറിൻ്റെ തീം നമ്മൾ എന്തായിട്ടാണ് ആചരിക്കാൻ പോകുന്നത്, അതിൻ്റെ തീം എന്താണ് എന്നുള്ളത് ഓർമ്മിക്കുക. തൊട്ട് മുമ്പുള്ള ഫിനാൻഷ്യൽ ഇയറിൻ്റെ തീം എന്തായിരുന്നു അത് ഓർമ്മിക്കുക. പിന്നെ നമ്മൾ തൊട്ട് മുമ്പത്തെ സ്ലൈഡിൽ പഠിച്ചതുപോലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഈ ഒരു മേഖലയിൽ നിന്ന് കേരള സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡ് തന്നെയാണ്. പ്ലാനിംഗ് ബോർഡിൻ്റെ ഹിസ്റ്ററി ഓർമ്മിക്കുക. ഇപ്പോഴത്തെ ബോർഡ് മെമ്പേഴ്സ് ആരൊക്കെയാണെന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ പ്ലാനിംഗ് ബോർഡിൻ്റെ ഓരോ ടെക്നിക്കൽ ഡിവിഷൻ്റെ ഫ്ലാഗ്ഷിപ്പ് പ്രോജക്റ്റ് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ താങ്ക് യു.